Good evening. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ വി വിൽ ബി ഡൂയിങ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അതായിരിക്കും ഇന്ന് നമ്മുടെ ഞാൻ എടുക്കുന്ന ലാസ്റ്റ് സീരീസ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. എനിക്കൊന്ന് മെജോറിറ്റി കുട്ടികളിലെ കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും. ഭയങ്കര ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കില്ല, പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ കുറെ സാധനങ്ങൾ ഈ മാരത്തോൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റെഗുലർ ക്ലാസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1.5 days to 2 days പോകുന്ന സെഷനാണ്. അതിപ്പോൾ നമ്മളൊരു 1.5 hours to 2 hours ഇട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് 2 to 3 times ഒക്കെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി ഐ വുഡ് സേ ജസ്റ്റ് സീ ദ വീഡിയോ 2 or 3 times. എന്നിട്ടും ഡൗട്ട് വരുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ചാറ്റ് ബോക്സ് ആയിരിക്കില്ല, കമന്റ് ബോക്സ് ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. അപ്പം ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ സാധനമുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിലൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ ഓൾസോ. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു റെസ്പോൺസ് എനിക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് സേ യെസ് ഓർ നോ വെൻ ഐ ആസ്ക് മനസ്സിലായോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാം, ഇസ് ഇറ്റ് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് വി ഗോ ലൈക്ക് വിത്ത് വൺ ഫ്ലോ. അതുപോലെ പിന്നെ വേറൊരു കാര്യം ഓർക്കണം, ഞാൻ പറഞ്ഞ പോലെ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫുൾ ആഗ്രഹം മൊത്തം ടോപ്പിക് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കും മനസ്സിലാവാതിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒത്തിരി തവണ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആ ബാക്കി ടോപ്പിക്സ് പെൻഡിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. എന്ന് കരുതി ഡൗട്ട് ചോദിക്കേണ്ടെന്നല്ല, 2 to 3 times റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881 പഴയൊരു ആക്ടാണ്. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഈ ആക്ടിനകത്ത് നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് തോന്നും. അപ്പൊ അതിനെ ആ സെൻസിൽ തന്നെ എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി, അല്ലെങ്കിൽ വാട്ട് ഇസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നുള്ള ഒരു സംഭവം ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. നെഗോഷ്യബിൾ ഇപ്പൊ നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് കമ്പനി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിനകത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് ആക്ട് എടുത്ത് പറയുന്നുണ്ട്. സോ ദി ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ, യു കെൻ ടേക്ക് യുവർ സ്റ്റഡി മെറ്റീരിയൽ എന്നിട്ട് മാർക്ക് ചെയ്ത് പോവാം. ദ ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ ദ ടേം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഡിഫൈൻ ചെയ്യുന്നില്ല. സോ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു മയത്തിലൊക്കെ വേണം മറ്റേ എഴുതാൻ നേരത്ത്, അതായത് നമ്മൾ എഴുതുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആസ് പെർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് മീൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതരുത്. ബിക്കോസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടേം ആക്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. However, Section 13 of the Act provides only 3 kinds. 3 കാര്യങ്ങളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, പേബിൾ ഐദർ ടു ദ ഓർഡർ ഓർ ടു ദ ബെയറർ. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഈ 3 കാര്യങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നോ വാട്ട് യു മീൻ ബൈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്? ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇന്ന സമയമാകുമ്പോൾ നീ എനിക്ക് തരാനുള്ള പൈസ നീ തന്ന് തീർക്കണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ ഐ പ്രോമിസ് ടു പേ എന്ന് പറയുമ്പോൾ ഡെറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഞാൻ ഇന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് തന്നു തീർക്കാനുള്ള പൈസ തന്നു തീർത്തോളാം. സോ പ്രോമിസറി നോട്ട് ഇസ് എ ഡോക്യുമെന്റ് വിച്ച് ഇസ് എക്സിക്യൂട്ടഡ് ബൈ ദ ഡെറ്റർ. നോ ചെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിൽ ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നിങ്ങൾ ചെക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ 3 കാര്യങ്ങളെയാണ് ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടേം ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന് കുറച്ച് ഫീച്ചേഴ്സ് പറയുവാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇസ് പേബിൾ ടു ദ ഓർഡർ, അതായത് ഓർഡറിലുള്ള ആൾക്കാണ് കൊടുക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വെൻ ഇറ്റ് ഇസ് എക്സ്പ്രസ് ടു ബി സോ പേബിൾ, എടുത്ത് എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, അത് ഓർഡർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്രസ്ലി പറയണം അത് ടു ദി ഓർഡർ, ഇന്ന ആൾക്കാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. When it is expressed to be payable to a specified person and does not contain words prohibiting its transfer, ട്രാൻസ്ഫറിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർഡറിലുള്ള ആൾക്ക് തന്നെ കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇസ് പേബിൾ ടു ദ ബെയറർ, ആ കൈ കിട്ടുന്ന ആൾക്കാണ് അത് കൊടുക്കുന്നത്. ബെയർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ അത് കിട്ടുന്നത് അയാൾക്കാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അവകാശപ്പെട്ടത്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? വെൻ ഇറ്റ് ഇസ് എക്സ്പ്രസ് ടു ബി പേബിൾ ആസ് പേ ബെയർ, അവിടെ പേ ബെയർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് കിട്ടുന്നത്, NI കിട്ടുന്നത്, ആ പറയുന്ന ആൾക്കാണ് ആ NI കൊടുക്കേണ്ടത്. When the only or the last endorsement means signing of the instrument. ഇപ്പൊ ഞാൻ സൈൻ ചെയ്തിട്ട് പറയാണ് ഇന്ന ആൾക്ക് കൊടുക്കണം, ഫോർ എക്സാമ്പിൾ റോഷന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡോക്യുമെന്റ് റോഷൻ എൻഡോസ് ചെയ്തു, അത് റോഷനാണ് കൊടുക്കേണ്ടത്.
on the instrument is an endorsement in blank. That is a person who possesses it can demand the payment. അപ്പോൾ ആർക്കാണോ അത് കിട്ടുന്നത്, ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ എൻഡോസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ സൈൻ ചെയ്തിട്ട് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ്. ഇവിടെ റോഷന്റെ പേരൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഞാൻ സൈൻ ചെയ്തിട്ട് അതിന്റെ അർത്ഥം അതിന്റെ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ് അതിന്റെ അർത്ഥം. എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഞാനത് സൈൻ ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുത്തോളാൻ വേണ്ടി പറയുവാണ്. സോ ഞാനത് സൈൻ ചെയ്തിട്ട് അവിടെ വേറെ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. സോ ആർക്കാണോ ആ പറയുന്ന ഇൻസ്ട്രുമെന്റ് കിട്ടുന്നത്, ആർക്കാണോ NI കിട്ടുന്നത്, അയാൾക്ക് ഓൺ ഡിമാൻഡ് ആ പറയുന്ന പേയ്മെന്റ് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, a check made payable to the specified person and the check is endorsed by signing on the back of the check by that specified person. ചെക്ക് ഞാൻ റോഷന്റെ പേരിൽ കൊടുക്കുന്നു, റോഷൻ അത് സൈൻ ചെയ്ത് വെക്കുന്നു. സോ ആർക്കാണോ അത് കിട്ടുന്നത്, ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ can get the payment. സോ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ആരുടെ കയ്യിലാണോ ആ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത്, അയാൾ അത് കൊണ്ടേ കൊടുത്ത് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അയാൾക്ക് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? Can we go ahead? Clear? Okay. Next. Negotiable instruments and characteristics and what are the characteristics of negotiable instruments? Number one, it is necessarily in writing. Appam promissory note aikote, bills of exchange aikote, check aikote. ഇവിടെ പറയുന്നത് കോമൺ ആണ്. NIയുടെ കോമൺ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതൊരു NI ആയിക്കോട്ടെ അത് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. NI എപ്പോഴും സൈൻ ചെയ്തിരിക്കണം. ഫ്രീലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് ഒരിക്കലും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു ദി അനദർ പേഴ്സൺ. ഹോൾഡേഴ്സ് ടൈറ്റിൽ ഇസ് ഫ്രീ ഫ്രം ദ ഡിഫക്ട്. ആരാണോ അത് ഹോൾഡ് ചെയ്യുന്നത്, ഫ്രീ ഫ്രം ദ ഡിഫക്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയത്തില്ല ഗുഡ് ടൈറ്റിൽ, ഡിഫക്റ്റീവ് ടൈറ്റിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ. സോ ഡിഫക്റ്റീവ് ടൈറ്റിൽ പാടില്ല, ഗുഡ് ടൈറ്റിലോട് കൂടി വേണം അത് കിട്ടാൻ. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് എനി നമ്പർ ഓഫ് ടൈം ടിൽ ഇറ്റ് സാറ്റിസ്ഫാക്ഷൻ. എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എവറി NI മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ഓർ ഓർഡർ ടു പേ മണി. അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ കഴിയുമ്പോൾ ഞാൻ പൈസ തന്നേക്കാം, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പൈസ തരും, അല്ലെങ്കിൽ ഇപ്പൊ പൈസ കിട്ടും, പൈസ കൊടുത്തേക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്നത്. മണി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മുടെ മണിക്ക് ഇക്വലന്റ് ആയിട്ട് 50,000 രൂപ ഞാൻ ക്യാഷ് ആയിട്ട് തരാം, 50,000 രൂപ വർത്ത് ആയിട്ടുള്ള ഫർണിച്ചർ ഞാൻ തരാം. അങ്ങനെ ഒരിക്കലും നമുക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല, NI എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. കൊടുക്കുമ്പോൾ അത് പൈസ കിട്ടുന്ന രീതിയിൽ, ആ പൈസ ആയിരിക്കണം അൾട്ടിമേറ്റ് കിട്ടുന്ന സംഭവം. ഇറ്റ് ഷുഡൻ ബി ലൈക്ക് കുറച്ച് ക്യാഷ് തരാം, കുറച്ച് സംതിങ് ഇൻ കൈൻഡ് തരാം. അങ്ങനെ ഒരിക്കലും NI നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ദ സം പേയബിൾ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്, ദ പേ മസ്റ്റ് ബി സർട്ടൺ. നമ്മൾ കൊടുക്കുന്ന പൈസ വളരെ വ്യക്തമായിട്ട് പറയണം. 10,000 ആൻഡ് സംതിങ് അല്ലെങ്കിൽ അറൌണ്ട് 10,000, മറ്റേ 10,000 പ്ലസ് ഇത്ര, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ ഒരിക്കലും സം എഴുതരുത്. സം വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. ടൈം ഓഫ് പേയ്മെന്റ്, ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ തരും, അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഏത് ദിവസം തരും, അല്ലെ എത്ര നാൾ കഴിയും, ആ ടൈം വളരെ സ്പെസിഫിക് ആയിട്ടിരിക്കണം. ദ പേ മസ്റ്റ് ബി സർട്ടൺ. പേയുടെ പേര് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കണം. അല്ലാണ്ട് ഇയാൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റൂല. വളരെ വ്യക്തമായിട്ട് പേയുടെ പേര് എഴുതണം. സം വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ടൈം ഓഫ് പേയ്മെന്റ്, എപ്പോഴാണ് ഈ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി ഡെലിവേർഡ്. ആ പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നൗ ദർ ഇസ് സംതിങ് വിച്ച് വി സ്റ്റഡീഡ് in the last MTP series. I don't know how many of you attended the MTP series. അതിനകത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? പ്രോമിസറി നോട്ട് പകുതി എന്റെ കയ്യിൽ വെച്ചു, അതർ ഹാഫ് വാസ് വിത്ത് ദി അതർ പേഴ്സൺ. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഒരു പകുതി ഒരാളുടെ ഇരിക്കുന്നു, മറ്റേ പകുതി വേറൊരാളുടെ ഇരിക്കുന്നു. ഡെലിവറി കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മൊത്തം ഡോക്യുമെന്റ് ഞാൻ ഡെലിവർ ചെയ്യണം. പകുതി എന്റെ കയ്യിൽ, പകുതി മറ്റാളുടെ കയ്യിൽ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. മിയർ ഡ്രോയിങ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ലയബിലിറ്റി. ഞാൻ ജസ്റ്റ് അത് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഡെലിവറി ചെയ്തിട്ടില്ല. ജസ്റ്റ് ഉണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തതിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് ഡെലിവേർഡ് ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇതിനെ ബേസ് ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ ആണോ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഇത് കൂടുതലും ചോദിക്കാനായിട്ട് ചാൻസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചാൻസ് കുറവാണ്, ഇൻഡയറക്റ്റ് ആണ് ചാൻസ്. ക്ലിയർ അല്ലേ? Okay. Now, mark this area as very important. Promissory note. Promissory note.
അതായത് പൊതുവെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റിലൊക്കെ ക്വസ്റ്റ്യൻ, ഇന്റർമീഡിയറ്റ് ടോപ്പിക് ആയിരുന്നല്ലോ. സോ ഇന്റർമീഡിയറ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ചോദിച്ചാൽ പ്രോമിസറി നോട്ട് എന്താണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കും ഈ താഴെ പറഞ്ഞേക്കുന്ന നിങ്ങൾക്ക് കുറെ എക്സാമ്പിൾസ് അല്ല, കുറച്ച് സിറ്റുവേഷൻസ് പോലെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് പ്രോമിസറി നോട്ട് ആണോ, ഇത് പ്രോമിസറി നോട്ട് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനിഷന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് എസെൻഷ്യൽസ് പഠിക്കും, ഈ എസെൻഷ്യൽസിന്റെ അടിസ്ഥാനത്തിലാണ് അത് വാലിഡ് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. സോ വെരി ക്ലിയർ ആയിട്ട് അതിന്റെ ഡെഫിനിഷനും അറിഞ്ഞിരിക്കണം, അതിന്റെ എസെൻഷ്യൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ കൂടെ നിങ്ങൾ അവിടെ എഴുതിയിട്ടുള്ളൂ, സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ. ഡിഫൈൻ പ്രോമിസറി നോട്ട്, അതുപോലെ വെദർ the following whether the following are considered as valid promissory note. ഒരു 5-6 സിറ്റുവേഷൻ, ഒരു 5-6 കേസസ് നിങ്ങളോട് തന്നിട്ട് ചോദിക്കും അത് വാലിഡ് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഡു മീൻ ബൈ പ്രോമിസറി നോട്ട്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഐ പ്രോമിസ് ടു പേ. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, സെക്ഷൻ 4 ഓഫ് NI ആക്ട് പ്രകാരം പ്രോമിസറി നോട്ട് ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. സോ ഇൻ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് ഓർ എ കറൻസി നോട്ട്. ബാങ്ക് നോട്ടിനെയും കറൻസി നോട്ടിനെയും പ്രോമിസറി നോട്ട് ആയിട്ട് കാണൂല. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, ഞാൻ തന്നോളാം എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പാടില്ല, അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ, ആരാണോ അത് ഉണ്ടാക്കുന്നത്. സോ ഡെറ്റർ എക്സിക്യൂട്ട്സ് ഇറ്റ്, സൈൻ ചെയ്തിരിക്കണം. ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി, ഞാൻ ക്രെഡിറ്ററിന് തരാനുള്ള പൈസ അത് ഇത്ര ഞങ്ങൾ തന്നു തീർത്തോളാം. ഓർ ടു ദി ഓർഡർ, ആ മറ്റേ ആർക്കാണോ ക്രെഡിറ്റർ കൊടുക്കണം എന്ന് പറയുന്നത് അയാൾക്ക് ഞാൻ കൊടുത്തോളാം. ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ഇത് ആർക്കാണോ കിട്ടുന്നത് അയാൾക്ക് ഞാൻ കൊടുത്തോളാം. ഈ ബെയറിന് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്, വിച്ച് വിൽ സ്റ്റഡി. എസെൻഷ്യൽസ് പഠിക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം. സോ സെക്ഷൻ 4 പ്രകാരം ഒരാൾ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എടുത്തിട്ട് പറയാണ് ഞാൻ ഈ പറയുന്ന പൈസ അയാൾക്കോ അയാളുടെ ഓർഡറിനോ ബെയറിനോ ഞാനത് കൊടുത്തേക്കാം. ബെയറിന് ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ ഓർത്തോണം, കറൻസി നോട്ടോ ബാങ്ക് നോട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡർ അല്ല, അതിനെ പ്രോമിസറി നോട്ടായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പാടില്ല. ഇത് നോക്കിക്കോ, സ്പെസിമെൻ ജസ്റ്റ് നോക്കിക്കോ. 3 months after the date I promise to pay Sri Ramesh or to his order sum of rupees 10,000 for the value received. ഇങ്ങനെയാണ് ഒരു പ്രോമിസറി നോട്ടിന്റെ സാമ്പിൾ ഇരിക്കുക. നോ, ആരൊക്കെയാണ് പ്രോമിസറി നോട്ടിന്റെ മറ്റേ പാർട്ടീസ് എന്ന് പറയുന്ന? മേക്കർ, ആരാണോ ആ പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത്. പേ, ആർക്കാണോ എമൗണ്ട് കൊടുക്കേണ്ടത്. സോ ദ പേഴ്സൺ ഹു മേക്സ് ദ പ്രോമിസ് ടു പേ ഇസ് കോൾഡ് ദ മേക്കർ. ആരാണോ ആ പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയിട്ട് പൈസ തരാം എന്ന് പറയുന്നത് അയാളെ മേക്കർ എന്ന് വിളിക്കും. പേ ഇസ് എ പേഴ്സൺ ടു ഹും ദ എമൗണ്ട് ഓൺ ദ നോട്ട് ഇസ് പേബിൾ. ആർക്കാണോ അവിടെ ഐ പ്രോമിസ് ടു പേ റോഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഐ എം ദ മേക്കർ, റോഷൻ ഇസ് ദ പേ. അപ്പൊ ഉണ്ടാക്കുന്ന എന്നെ മേക്കറിനും ആ പൈസ കിട്ടേണ്ടത് റോഷൻ ആയതുകൊണ്ട് റോഷനെ ഞാൻ അവിടെ പേ എന്ന് വിളിക്കും. Okay. Now, what are the essential characteristics of a promissory note? Very important ആണ്. Promissory note in writing ആയിരിക്കണം. Oral promissory note എന്ന് പറയുന്നത് promissory note valid അല്ല. There must be an express promise to me. വളരെ വ്യക്തമായിട്ട് പറയണം, ഞാൻ നിനക്ക് ഇത്ര പൈസ തരാനായിട്ടുണ്ട്. മിയർ അക്നോളജ്മെന്റ്, ഞാൻ എത്രയോ തരാൻ കിടപ്പുണ്ട്, അല്ലെ ഞാൻ നിനക്ക് തരാൻ കിടപ്പുണ്ട് കേട്ടോ എന്നേ പറയുന്നുള്ളൂ. ഞാൻ തരാം എന്ന് പറയുന്നില്ല, ഞാൻ തരാൻ കിടപ്പുണ്ട് എന്ന് പറയുന്നതും ഞാൻ തരാം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സോ മിയർ അക്നോളജ്മെന്റിനെ നമ്മൾ ഒരിക്കലും വാലിഡ് പ്രോമിസറി നോട്ട് ആയിട്ട് കാണൂല. ഐ പ്രോമിസ് ടു പേ എന്ന് എക്സ്പ്രസ്ലി പറഞ്ഞാൽ മാത്രമേ അത് എന്താവുള്ളൂ, വാലിഡ് പ്രോമിസറി നോട്ട് ആവുള്ളൂ. The promise to pay should be definite and unconditional. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം, കണ്ടീഷൻസ് അതിനകത്ത് വെക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഞാൻ എല്ലാ എക്സാമ്പിളും ഒരു തവണ കാണിക്കാം, കാരണം അതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. A promissory note must be signed by the maker. ആരാണോ അത് ഉണ്ടാക്കുന്നത് അത് അയാൾ സൈൻ ചെയ്തിരിക്കണം. പ്രോമിസ് ടു പേ മണി ഒള്ളി, കൈൻഡ് ആയിട്ട് ഒരു സാധനവും നമ്മൾ തരാമെന്ന് പറയരുത്, മണി മാത്രമേ തരാൻ പറയാൻ പാടുള്ളൂ. പ്രോമിസ് ടു പേ എ സർട്ടൻ സം വളരെ വ്യക്തമായിട്ട് എഴുതുക. ഞാൻ പറഞ്ഞില്ല 10,000 ആണെങ്കിൽ 10,000, 50,000 ആണെങ്കിൽ 50,000 വളരെ സർട്ടൻ ആയിട്ട് എഴുതുക. അടുത്തത്, ദ മേക്കർ ആൻഡ് ദ പേ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനറ്റ് ആൻഡ് ഡിഫറെന്റ് പേഴ്സൺ. ഈ മേക്കറും പേയും രണ്ടും രണ്ടാളായിരിക്കണം. ഞാൻ എനിക്ക് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് പറയണം ഐ പ്രോമിസ് ടു പേ ധന്യ, ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കുന്നു, എനിക്ക് വേണ്ടി തന്നെ ഞാൻ പ്രോമിസ് നോട്ട് സൈൻ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, മേക്കറും പേയും രണ്ടും രണ്ടാളായിരിക്കണം. മേക്കർ ആൻഡ് പേ മസ്റ്റ് ബി സർട്ടൻ, അതായത് മേക്കറും വളരെ സർട്ടൻ ആയിട്ട് എഴുതിയിരിക്കണം ആരാണ് മേക്കർ എന്ന് എഴുതുക, പേ എന്നുള്ള കാര്യം വളരെ സർട്ടൻ ആയിരിക്കണം. ഡെഫിനറ്റ്, എത്ര രൂപയാണ് കൊടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയാം, രണ്ടും രണ്ട് ആൾക്കാരായിരിക്കണം. ആ പ്രോമിസറി നോട്ട് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു ദ ബെയറർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം പറയാനായിട്ടുണ്ടെന്ന്. Section 31 of the Bank of India Act, that is RBI Act, only Reserve Bank or central government can make or issue a promissory note payable to bearer. So എപ്പോഴും ഓർത്തോണം, CGക്കും RBIക്കും മാത്രമേ ബെയറർ ആയിട്ട് പ്രോമിസറി നോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെയറർ വേറെ ആർക്കും പ്രോമിസറി നോട്ട് ബെയറർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. സോ ഐദർ ടു ദാറ്റ് പേഴ്സൺ ഓർ ടു ദ ഓർഡർ മാത്രമേ പറ്റുള്ളൂ. ബെയറർ പറ്റും ഓൺലി ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് ആസ് വെൽ ആസ് RBI. ഇവിടെ ബെയറർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഓർത്തോണം, ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് ഒക്കെ കൊടുത്തോണം. എസെൻഷ്യൽസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൺലി CG ആൻഡ് RBIക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളൂ.
എല്ലാ പോയിന്റ്സും ഓർത്തോണം, അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. സ്റ്റാമ്പിംഗ്. പ്രോമിസറി നോട്ട് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. മാൻഡേറ്ററി ആയിട്ട് അത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്നിട്ട് നമുക്കൊന്ന് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്താലോ? എക്സാമ്പിൾസ് പണ്ട് ഇന്റർമീഡിയറ്റ് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വി ജസ്റ്റ് ഡിസ്കസ് ഈ എക്സാമ്പിൾസ് ഓൾസോ. ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ ഈ എക്സാമ്പിളിന്റെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തേക്കണേ. ഈ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സാമ്പിൾ നമ്പർ 1. I acknowledge myself to be indebted to be in 1000 to be paid on demand for the value received. അപ്പൊ നിങ്ങൾ വേർഡ് അക്നോളജ് എന്ന് പറഞ്ഞപ്പോഴേ മിസ് പറഞ്ഞായിരുന്നു അത് വാലിഡ് പ്രോമിസറി നോട്ട് അല്ലാന്ന്. എടാ മൊത്തം സെന്റൻസ് വായിക്കണം. ഐ അക്നോളജ് മൈസെൽഫ്, ഞാൻ അക്നോളജ് ചെയ്യുവാണ്, ഞാൻ ഇത്ര രൂപ 1000 രൂപ കൊടുത്തോളാം ടു ബി പെയ്ഡ് ഓൺ ഡിമാൻഡ്. ചുമ്മാ അവിടെ ഐ അക്നോളജ് ചെയ്യുന്നത് എനിക്ക് അതിന് ഇത്ര പൈസ കൊടുക്കാൻ കിടപ്പുണ്ട് എന്നല്ല പറയുന്നത്. ഞാൻ 1000 രൂപ കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, അത് ഓൺ ഡിമാൻഡ് ഞാൻ ആ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വാലിഡ് പ്രോമിസറി നോട്ട്. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്നോളജ് എന്നൊരു വാക്ക് കാണുമ്പോൾ അവർ പറയും ഇത് വാലിഡ് പ്രോമിസറി നോട്ട് അല്ല. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. അടുത്തത്, ഇതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. മിസ്റ്റർ ബി IOU. ഒന്ന് റെക്ടിഫൈ ചെയ്തോളൂ. ടെക്സ്റ്റ് ബുക്കിനകത്ത് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ജസ്റ്റ് കറക്റ്റ് ഇറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. മിസ്റ്റർ ബി IOU 1000, ഞാൻ നിനക്ക് 1000 രൂപ തരാൻ വേണ്ടി കിടപ്പുണ്ട്. ഇൻവാലിഡ് പ്രോമിസറി നോട്ട് ആസ് ദർ ഇസ് നോ പ്രോമിസ് ടു പേ. ഇത് അക്നോളജ്മെന്റ് ആണ്. പറയാണ് ഞാൻ നിനക്ക് 1000 രൂപ തരാൻ വേണ്ടി കിടപ്പുണ്ട്. IOU, ഞാൻ നിനക്ക് തരാൻ കിടപ്പുണ്ട്. ഞാൻ നിനക്ക് തരാം എന്നല്ല അവിടെ പറയുന്നത്. ഞാൻ നിനക്ക് തരാൻ കിടപ്പുണ്ട് എന്ന് പറയുന്നത് മിയർ അക്നോളജ്മെന്റ് ആണ്. ഞാൻ പറയുന്നുള്ളൂ ഞാൻ നിനക്ക് തരാൻ കിടപ്പുണ്ട് കേട്ടോ എന്ന് പറയുന്നുള്ളൂ. ഞാൻ തരാം എന്ന് പറയുന്നില്ല. ഞാൻ തരാം എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? വാലിഡ് പ്രോമിസറി നോട്ടായി മാറി. അപ്പൊ നിങ്ങളോട് എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ they'll just write Mr. B IOU 1000, is it a valid promissory note? അല്ലെങ്കിൽ ഐ acknowledge myself to be indebted to be in 1000 to be paid on demand for value received, is it a valid promissory note? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 1 മാർക്ക് ഇട്ടിട്ട് ഒരു 5 or 6 കേസസ് ആയിട്ട് അവർക്ക് തരാം. അടുത്തത്, I promise to pay B 500 7 days after my marriage with C. ഇവിടെ ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണോ? കല്യാണം കഴിഞ്ഞാൽ ഞാൻ പൈസ തരാം എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് വാലിഡ് പ്രോമിസറി നോട്ട് ഒന്നും ഒരിക്കലും വിളിക്കാൻ വേണ്ടി പറ്റൂല. ദ പ്രോമിസറി നോട്ട് ഇസ് ഇൻവാലിഡ് ആസ് മാരേജ് വിത്ത് C മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അതൊരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വാലിഡ് പ്രോമിസറി നോട്ട് അല്ല. I promise to pay B 500 on D's death as the death of the D is certain. Promise is unconditional, then the promissory note is valid. അപ്പൊ എല്ലാ കുട്ടികൾക്കും വരുന്ന ഡൗട്ടാണ് ഈ മാരേജും ഡെത്ത്. മാരേജിന്റെ കേസ് മാം പറയുന്നു അത് അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാലിഡ് പ്രോമിസറി നോട്ട് അല്ല. ഡെത്തിന്റെ കേസ് എങ്ങനെ എടാ മരിക്കും എന്നുള്ള കാര്യം സർട്ടൺ ആണ്. എപ്പം മരിക്കും എന്നറിയില്ല. ഓക്കെ, കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാം, കല്യാണം കഴിക്കാതിരിക്കാം. അപ്പൊ മരിക്കുക എന്നുള്ളത് നമുക്കൊരു ചോയ്സ് ഒന്നും ഇല്ല. മരിക്കാം മരിക്കാതിരിക്കാം അങ്ങനത്തെ ചോയ്സ് ഒന്നും നമുക്കില്ല. ഡെത്ത് ഇസ് സംതിങ് വിച്ച് ഇസ് സർട്ടൺ. അപ്പൊ അതിനെ നമുക്കൊരു കണ്ടീഷൻ എന്ന് വിളിക്കാൻ പറ്റൂല, അത് അൺകണ്ടീഷൻ ആണ്. സോ ഈ ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവം സർട്ടൺ ആയതുകൊണ്ട്, അത് അൺകണ്ടീഷണൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് വിളിക്കാം? വാലിഡ് പ്രോമിസറി നോട്ട്. സ്ഥിരം കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്. മാരേജ് എന്ന് പറയുന്നത് സർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല, മേ ഓർ മേ നോട്ട് ഹാപ്പൻ. പക്ഷെ ഡെത്ത് എന്ന് പറയുന്നത് സർട്ടൺ ആണ്. ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ ഹാപ്പൻ. അത് സർട്ടൺ ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് കാണാം? അൺകണ്ടീഷണൽ ആയിട്ട് കാണാം. അടുത്തത്, ഐ പ്രോമിസ് ടു പേ B 500 on D's death provided D leaves me enough to pay that sum. അവിടെ അൺകണ്ടീഷൻ വന്നു. എനിക്ക് D പൈസ ബാക്കി വെക്കുവാണെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് പ്രോമിസറി നോട്ടാണ്. കാരണം എന്താണ്? D എനിക്ക് പൈസ ബാക്കി വെച്ചാൽ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഡിയുടെ ഡെത്തിന് ശേഷം ഞാൻ തരാം എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല? കണ്ടീഷൻ അല്ല.
I promise to pay B 500 and to deliver him my black horse on 1st January next. It is not a valid promise note as a promiser needs to deliver its black horse which is not money. ഇവിടെ പൈസ തരാം എന്നല്ല പറഞ്ഞേക്കുന്നത്, ഇൻ കൈൻഡ് ആയിട്ട് ബ്ലാക്ക് ഹോസിനെ കൊടുക്കാം എന്നാ പറയുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇൻവാലിഡ് promissory note. I promise to pay B 5,000 and all other sums. ഇവിടെ സം certain ആണ്. all other sum എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഞാൻ 500 തരാം എന്ന് പറയുന്നത് ഓക്കെ, all other sum എന്ന് പറയുന്നത് എത്ര സം ആണെന്ന് അറിയാത്തത് കൊണ്ട് ഇതൊരു വാലിഡ് promissory note അല്ല. I promise to pay B 500 along with simple interest at the rate of 12% per annum. പ്രശ്നമൊന്നുമില്ല, വാലിഡ് promissory note തന്നെ ആണ്. ഇത്രയേ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ? മാരേജ്, ഡെത്ത്, അതിന്റെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ മനസ്സിലായോ? സ്ഥിരം എന്നോട് ചോദിക്കുന്ന ഡൗട്ടാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്തത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്, ക്രെഡിറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. സോ വിൽ ഗോ ഹെഡ്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ ഓർഡർ. നീ എനിക്ക് പൈസ തന്നേ പറ്റുള്ളൂ. സോ ബിൽസ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് നീ ഇന്ന സമയം കഴിയുമ്പോൾ 3 monthsന് അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറയണം, 6 monthsന് ശേഷം 3 monthsന് ശേഷം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാണ് നീ എനിക്ക് ഇന്ന ദിവസം എനിക്ക് തരാനുള്ള പൈസ നീ തന്നു തീർക്കണം. സോ ദാറ്റ്സ് വാട്ട് യു കോൾ അൺകണ്ടീഷണൽ ഓർഡർ വിച്ച് ഇസ് സൈൻഡ് ബൈ ദ മേക്കർ. അപ്പൊ ക്രെഡിറ്റർ ഉണ്ടാക്കുമ്പോൾ പുള്ളി സൈൻ ചെയ്യും. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി. നീ എനിക്ക് ഇന്ന ദിവസം എനിക്ക് തരാനുള്ള പൈസ നീ തന്നു തീർക്കണം. ഓൺലി ടു, ഒന്നെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ ഓർഡറിനോ അല്ലെങ്കിൽ ബെയർ ഓഫ് ദ ഇൻസ്ട്രുമെന്റോ ഇത് കൊടുത്ത് തീർക്കുക. സോ ഒരു ക്രെഡിറ്റർ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഇട്ടിട്ട് പറയാണ് നീ എനിക്ക് തരാനുള്ള പൈസ ഒന്നെങ്കിൽ എനിക്കോ എന്റെ ഓർഡറുള്ള ആൾക്കോ അല്ലെങ്കിൽ ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെന്റോ കൊടുത്ത് തീർത്തിരിക്കണം. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് യു കോൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. അതിന്റെ ഒരു സാമ്പിളോട് നോക്കിയോ. 4 months after date pay to Mr. B pay a sum of 10,000 rupees for the value received എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം എഴുതുവാണെങ്കിൽ, അൺകണ്ടീഷണൽ ഓർഡർ എഴുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേ നീ കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന് 3 പാർട്ടീസാണ്. മറ്റേടത്ത് ഓർമ്മയുണ്ടോ? മേക്കറും പേ ആയിരുന്നു. ഇവിടെ ആരൊക്കെയാ നോക്കിയേ? ഡ്രോയർ, ഡ്രോയി ആൻഡ് പേ. ദ മേക്കർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് കോൾഡ് ഡ്രോയർ. ആരാണോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത് ദാറ്റ്സ് ക്രെഡിറ്റർ ഇസ് കോൾഡ് ദ ഡ്രോയർ. ദ പേഴ്സൺ ഡയറക്റ്റഡ് ബൈ ദ ഡ്രോയർ ടു പേ ഇസ് കോൾഡ് ദ ഡ്രോയി. ആരാണോ ക്രെഡിറ്റർ ഡയറക്റ്റ് ചെയ്തിട്ട് പറയണം നീ പൈസ തരണം എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡ്രോയി. ഹി ഈസ് എ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഇസ് ഡ്രോൺ. അയാളുടെ പേരിലായിരിക്കും ബില്ല് ഡ്രോ ചെയ്യുക. ഓൺ അക്സെപ്റ്റൻസ് ഓഫ് ദ ബിൽ ഹി ഈസ് കോൾഡ് എൻ അക്സെപ്റ്റർ ആൻഡ് ഇസ് ലയബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ ബിൽ. ഹിസ് ലയബിലിറ്റി ഈസ് പ്രൈമറി ആൻഡ് അൺകണ്ടീഷണൽ. സോ ക്രെഡിറ്റർ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ റോഷനാണ് ഡെറ്റർ എന്ന് വിചാരിക്കുക. ഞാൻ റോഷൻ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പറയാം, റോഷൻ യു ഹാവ് ടു പേ മീ so and so amount on so and so date എന്ന് ഞാൻ എടുത്ത് പറയുമ്പോൾ I'll be called as a drawer and he'll be called as a drawee. Pay the person named in the instrument to whom or to the order the money is by the instrument directed to be paid. So pay എന്ന് പറയുന്ന ആൾക്കാണ് പേയ്മെന്റ് അൾട്ടിമേറ്റ്ലി കൊടുക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒന്നെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ ഓർഡറിനോ അല്ലെന്നുണ്ടെങ്കിൽ ബെയർ ഓഫ് ദ ഇൻസ്ട്രുമെന്റോ ആകാം. സോ അത് ആർക്കാണോ അൾട്ടിമേറ്റ്ലി പൈസ കിട്ടുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് പേ. സോ 3 ആൾക്കാരുണ്ട്, ഡ്രോയർ, ഡ്രോയി, പേ. ഇത്രയും സാധനം ക്ലിയർ ആയോ? ഓക്കെ ആണോ? Okay. Now, essentials of a bills of exchange. Again, മറ്റേതായിട്ട് ഭയങ്കര സിമിലർ ആണ്. ഇൻ റൈറ്റിംഗ് ആയിരിക്കണം, എക്സ്പ്രസ് ഓർഡർ ടു പേ ആയിരിക്കണം, ഡെഫിനിറ്റ് അൺകണ്ടീഷണൽ ആയിരിക്കണം, ഡ്രോയർ അത് സൈൻ ചെയ്തിരിക്കണം. വാട്ട് എവർ വി ഹവ് സ്റ്റഡീഡ് ബിഫോർ സെയിം. ഇവിടെ തൊട്ട് കുറച്ച് വ്യത്യാസങ്ങൾ. ഡ്രോയർ, ഡ്രോയി, പേ മസ്റ്റ് ബി സർട്ടൺ. ഡ്രോയർ ആരാന്ന് വ്യക്തമായിട്ട് പറയാം, ഡ്രോയി ആരാന്ന് വ്യക്തമായിട്ട് പറയാം, പേ ആരാന്ന് വ്യക്തമായിട്ട് പറയാം. ഓൾ ദീസ് 3 പാർട്ടീസ് മേ നോട്ട് നെസസറിലി ബി 3 ഡിഫറെന്റ് പേഴ്സൺ. ഇത് 3 ആൾക്കാരാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. One can play the role of 2.
ഒരാൾക്ക് രണ്ട് റോളും പ്ലേ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡ്രോയർ ആൻഡ് പേയി ക്യാൻ ബി ദ സെയിം പേഴ്സൺ ബട്ട് ദർ മസ്റ്റ് ബി ടു ഡിസ്റ്റിങ് പേഴ്സൺ ഇൻ എനി ഓഫ് ദി കേസ്. ആ ഉണ്ടാക്കുന്ന ആൾക്ക് തന്നെ തരണം എന്ന് എഴുതിയാൽ പോരെ. സോ ഡ്രോയർ ആൻഡ് പേയ്, ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണോ ഉണ്ടാക്കുന്നത്, ഡ്രോയി എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കേണ്ട ആള്, ആൻഡ് പേയ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കിട്ടേണ്ട ആള്. സോ പേയ് ക്യാൻ ബി ഡ്രോയർ ഇറ്റ് സെൽഫ്, ആരാണോ ഉണ്ടാക്കിയത് അത് തന്നെ പേയും ആകാം, അല്ലെങ്കിൽ ടു ദ ഓർഡർ വേറൊരാളുടെ പേരാണ് എഴുതി വെച്ചെങ്കിൽ അയാളാകാം. സോ ഇറ്റ് ക്യാൻ ബി ത്രീ ഡിഫറെന്റ് പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി സെയിം ടു, രണ്ട് റോള് പ്ലേ ചെയ്യാം. ഡ്രോയർ ആൻഡ് പേയ് എന്നുള്ള റോള് പ്ലേ ചെയ്തിട്ട് അത് ഒരാളും ആകാം. പക്ഷേ രണ്ട് പാർട്ടീസ് എന്തായാലും അവിടെ വരും. സോ 3 ഡിഫറെന്റ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ 2 ആൾക്കാരാകാം. അതായത് ഡ്രോയർ ആൻഡ് പേയ് ക്യാൻ ബി ദ സെയിം പേഴ്സൺ ആൻഡ് ഡ്രോ ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ. ക്ലിയർ അല്ലേ? അതുപോലെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ഓൺ ഡിമാൻഡ് ആണെന്ന് വിചാരിക്കുക. ഡിമാൻഡിലാണ് കൊടുക്കണമെങ്കിൽ ഡേറ്റ് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഇൻ വിച്ച് ദ നെയിം ഓഫ് ദ പേയ് മെൻഷൻഡ് ഇസ് വാലിഡ്. ദ സം മസ്റ്റ് ബി സർട്ടൻ, ദ ഓർഡർ മസ്റ്റ് ബി ടു പേ മണി ഓൺലി, ഇറ്റ് മസ്റ്റ് ബി സ്റ്റാൻഡ്. ബാക്കി എല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. സോ ടെക്നിക്കലി ദിസ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഡേറ്റ് ഒന്നും സ്പെസിഫൈഡ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് പേയബിൾ ഓൺ ഡിമാൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഡേറ്റ് ഒന്നും സ്പെസിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ അല്ലേ? കുറെയൊക്കെ പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, എസെൻഷ്യൽസ്, ഡെഫിനിഷൻസ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കുറെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഓക്കെ, ശരി. നോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ പ്രോസസ് നമുക്ക് നോക്കാം. മിസ്റ്റർ സാം ദ ഡ്രോയർ, അതായത് ക്രെഡിറ്റർ, സോൾഡ് ഗുഡ്സ് ടു മിസ്സസ് റീത്ത. അപ്പൊ മിസ്റ്റർ സാം മറ്റേ റീത്ത എന്ന് പറയുന്ന ഒരാൾക്ക് ഗുഡ്സ് വിൽക്കുകയാണ്. ദാറ്റ്സ് ബേസിക്കലി ദ ഡ്രോയി. അയാളാണല്ലോ അൾട്ടിമേറ്റ്ലി പേയ്മെന്റ് തരേണ്ട ആള്. ആൻഡ് ഡ്രോസ് എ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. സോ സാം റീത്തയ്ക്ക് ഗുഡ്സ് വെക്കുന്നു, അപ്പോൾ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ദ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് ഡെലിവേർഡ് ടു റീത്ത. റീത്തയ്ക്ക് കൊടുക്കുന്നു ആൻഡ് ഇസ് അക്സെപ്റ്റഡ് ബൈ ഹർ അൺകണ്ടീഷണൽ. പുള്ളിക്കാർ അൺകണ്ടീഷണലി ആ പറയുന്ന ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓൺ മെച്യൂരിറ്റി ഡ്രോയർ പ്രസൻസ് ഇൻസ്ട്രുമെന്റ് ഡ്രോയി ഫോർ ദ പേയ്മെന്റ്. അതായത് മിസ്റ്റർ സാം ആരുടെ പോയിട്ട് പേയ്മെന്റ് ചോദിക്കുകയാണ്, റീത്തയുടെ അടുത്ത് പോയി പേയ്മെന്റ് ചോദിക്കുകയാണ്. ഓൺ ദാറ്റ് മെച്യൂരിറ്റി ഡേറ്റ്, ഏത് ഡേറ്റ് ആണോ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞത് ആ ഡേറ്റിൽ ചെന്ന് റീത്തയോട് പൈസ ചോദിക്കുകയാണ്. ഡ്രോയർ റിസീവ്സ് എ പേയ്മെന്റ് ആൻഡ് ദ ട്രാൻസാക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഡ്രോയർ പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആവും. ദിസ് ഇസ് ഹൗ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് വർക്ക്സ്. ക്ലിയർ അല്ലേ? ദ പ്രോസസ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓക്കെ ആണോ? നൗ മക്കളെ, മാർക്ക് ദിസ് ഓൾസോ ആസ് ഇമ്പോർട്ടൻറ്റ്. പണ്ടത്തെ നമ്മുടെ ഇന്റർമീഡിയറ്റിൽ ആർ ടി പിയിലൊക്കെ വന്ന് കിടക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോമിസറി നോട്ട് ആൻഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. സോ യു കെൻ ജസ്റ്റ് മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. പ്രോമിസറി നോട്ട് ആൻഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കൂ. കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ച സംഭവങ്ങൾ തന്നെ. ആദ്യത്തേത് ഡെഫിനിഷൻ നിങ്ങൾ എഴുതുക. ഓർമ്മയില്ല. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് പറയും, ഇവിടെ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറയും. ബാക്കി എല്ലാം സെയിം ആണ്. പ്രോമിസറി നോട്ടിനകത്ത് പ്രോമിസ് ടു പേ മണി, ഇവിടെയും ഓർഡർ ഫോർ മേക്കിംഗ് ദ പേയ്മെന്റ് ആണ്. പൈസ കിട്ടുന്ന കാര്യമാണ് രണ്ടിടത്തും പറയുന്നത്. പാർട്ടീസ് ഇവിടെ മേക്കർ ആൻഡ് പേ ആണെങ്കിൽ ഇവിടെ ഡ്രോയി ആൻഡ് പേ. പ്രോമിസറി നോട്ട് അതിനകത്ത് ആക്സെപ്റ്റൻസിന്റെ ഒരു നിർബന്ധവും ഇല്ല, ഇവിടെ ആക്സെപ്റ്റൻസിന്റെ നിർബന്ധം ഉണ്ട്. പ്രോമിസറി നോട്ട് കനോട്ട് ബി മെയ്ഡ് പേബിൾ ടു ദ ബെയറർ. ഞാൻ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റോ ആർ ബി ഐയുടെ ആണെന്നുണ്ടെങ്കിൽ പ്രോമിസ് നോട്ട് ബെയറർ ആയാലും പ്രശ്നമില്ല. അല്ലാത്ത രീതിയിൽ ഒരിക്കലും ബെയർ എന്നുള്ള രീതിയിൽ പ്രോമിസ് നോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ബെയർ ആയാലും ഒരു കുഴപ്പവും ഇല്ല. ഇറ്റ് കനോട്ട് ബി പേബിൾ ടു ദ ബെയറർ ഓൺ ഡിമാൻഡ്. ഓൺ ഡിമാൻഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഓൾ ദീസ് 5 points you have to write for the exam. ഇത് ചോദിച്ചിട്ടുണ്ടോ? യെസ്, ഇറ്റ് വാസ് പാർട്ട് ഓഫ് യുവർ പ്രീവിയസ് ആർ ടി പി ഇൻ യുവർ ഇന്റർമീഡിയറ്റ് ലെവൽ. ഇന്റർലെ ടോപ്പിക് ആണല്ലോ ഇങ്ങോട്ട് എടുത്തിട്ട്. സോ യെസ്, ദിസ് വാസ് പാർട്ട് ഓഫ് യുവർ ആർ ടി പി ഏരിയ. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ അല്ലേ? ചെക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇവിടം വരെ എനി പെർട്ടിക്കുലർ ഏരിയ ദാറ്റ് യു ഹാവ് ഇൻ അണ്ടർസ്റ്റുഡ്? എല്ലാം ഓക്കെ ആയിട്ടാണോ പോകുന്നത്?
Okay. Now we'll do check. Section 6. A check is a bills of exchange drawn on a specified banker and not expressed to be payable otherwise than on demand and includes electronic image of a truncated check and check in the electronic form. അപ്പോൾ ഈ ചെക്കും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ചെക്കിനകത്ത് നമ്മളൊരു ബാർകോഡ് സിസ്റ്റം പോലത്തെ ഒരു സംഭവം കാണാറില്ല, ഒരു ബാർകോഡ് പോലത്തെ ഒരു സംഭവം. അതായത് ഫിസിക്കൽ ചെക്കിനെ നമുക്ക് ഇലക്ട്രോണിക് ചെക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെല്ലാം ചെക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആണ്. സോ ചെക്ക് എന്ന് പറഞ്ഞ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. സ്പെസിഫൈഡ് ബാങ്കറുടെ മേലാണ് പൊതുവേ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. പേബിൾ ഓൺ ഡിമാൻഡ് ആണ്. അതിനകത്ത് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്കും ഉണ്ട്, ഒരു ഇലക്ട്രോണിക് ചെക്കും ഉണ്ട്. ഈ ചെക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഉണ്ട്. ഫിസിക്കൽ ചെക്കിനെ നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് അതിനൊരു ഇലക്ട്രോണിക് മോഡിലോട്ടാക്കും. അതും ചെക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. Payable on demand means it should be payable whenever the holder chooses to present it to the drawee. എപ്പോഴാണോ അത് ബാങ്കറുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ പേയ്മെന്റ് കിട്ടും എന്ന് പറയുന്നതാണ് പേബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. നോ, ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. സൈഡിലൊന്ന് എഴുതിയിടുക. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ട്രങ്കേറ്റഡ് ചെക്ക്? പണ്ട് അഗെയിൻ ഇന്റർമീഡിയറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് എ ട്രങ്കേറ്റഡ് ചെക്ക്? ദർ ആർ ഹയർ ചാൻസസ് ദേ കൻ ആസ്ക് ദാറ്റ്. Okay, now check in the electronic form. Check in the electronic form means a check drawn in the electronic form by using any computer resource and signed in a secure system with a digital signature and asymmetric crypto system or electronic signature as the case may be. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ചെക്ക് നമ്മുടെ ഫിസിക്കൽ ചെക്ക് ആയിരിക്കത്തില്ല, ഇലക്ട്രോണിക് ചെക്ക് ആണ്. അത് സൈൻ ചെയ്യുന്നത് ഫിസിക്കൽ സിഗ്നേച്ചർ അല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. എന്ന് പറഞ്ഞൊരു സെക്യൂർ സിസ്റ്റം ആണ്. ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് നമ്മൾ പറയും. അതായത് ഭയങ്കര ഒത്തന്റിക്കേറ്റ് ചെയ്ത് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്തിട്ട് ഒരു ചെക്ക് ക്ലിയർ ചെയ്ത് വരുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഇലക്ട്രോണിക് ചെക്ക്. ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് വിച്ച് ഇസ് ട്രങ്കേറ്റഡ് ഡ്യൂറിങ് എ ക്ലിയറിംഗ് സൈക്കിൾ. നമുക്കത് വേറൊരു ബാങ്കിന്റെ അടുത്ത് പോയി ആ പൈസ ക്ലിയർ ചെയ്തിട്ട് എന്റെ ബാങ്കിൽ വന്നിട്ട് അത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ വിച്ച് ഇസ് ട്രങ്കേറ്റഡ് ഡ്യൂറിങ് എ ക്ലിയറിംഗ് സൈക്കിൾ ഐദർ ബൈ ദ ക്ലിയറിംഗ് ഹൗസ് ഓർ ബൈ ദ ബാങ്ക് വെദർ പേയിങ് ഓർ ദ റിസീവിംഗ് പേയ്മെന്റ്. ഒന്നെങ്കിൽ റിസീവിംഗ് ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ പേയിങ് ബാങ്ക് ആയിരിക്കാം. അത് ട്രങ്കേറ്റ് ചെയ്ത് ക്ലിയറിംഗ് ഹൗസ് വഴി പോയിട്ടായിരിക്കും ആ പറയുന്ന ചെക്ക് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഓൺ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രോണിക് ഇമേജ് ആ ചെക്കിന്റെ ഇലക്ട്രോണിക് ഇമേജ് ക്രിയേറ്റഡ് ആയി വരും ഫോർ ട്രാൻസ്മിഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിത്ത് ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ദ ചെക്ക് ഇൻ റൈറ്റിംഗ്. ഇനി ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ടാവില്ല, അത് ക്ലിയറിംഗ് ഹൗസിൽ പോയി, അതൊന്നെങ്കിൽ റിസീവിംഗ് ബാങ്കിന്റെ ക്ലിയറിംഗ് ഹൗസിലാകാം അല്ലെങ്കിൽ പേയ്മെന്റ് ബാങ്കിന്റെ ക്ലിയറിംഗ് ഹൗസിൽ പോയി ആ ഫിസിക്കൽ രൂപത്തിലിരിക്കുന്ന ചെക്കിനെ ഇലക്ട്രോണിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് ചെക്ക് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് കോൾഡ് എ ട്രങ്കേറ്റഡ് ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ചെക്കേ അല്ല, അത് ഓൾറെഡി തന്നെ ഇലക്ട്രോണിക് ചെക്ക് ആണ്. നമ്മൾ സൈൻ ചെയ്യുന്നത് പോലും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ടായിരിക്കും. രണ്ടിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലിയർ ആയോ? ക്യാൻ ഐ ഗോ അഹെഡ്? ഓക്കെ ആണോ? ചെക്ക് ഇങ്ങനെ നോക്കണ്ട, വീട്ടിൽ നിങ്ങളുടെ ചെക്ക് ഉണ്ടാവും. സോ പ്രിഫറബിളി ഐ വുഡ് സേ യു കെൻ ജസ്റ്റ് സീ ദാറ്റ്. പാർട്ടീസ് ടു എ ചെക്ക് അഗൈൻ വി ഹാവ് ഇവിടെ 3 പാർട്ടീസ് ആണ്, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ദ പേഴ്സൺ ഹു ഡ്രോസ് എ ചെക്ക് അല്ലെങ്കിൽ മേക്സ് എ ചെക്ക്, ആരാണോ ആ ചെക്ക് ഉണ്ടാക്കുന്നത് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ basically debtor is called the drawer. The specified bank on whose check is drawn, എപ്പോഴും ഡ്രോയി എന്ന് പറയുന്ന ബാങ്ക് തന്നെയായിരിക്കും. ആരുടെ മെയിലാണോ ആ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, ഏതാണോ ആ ബാങ്ക്, that's basically what you call drawee. The person named in the instrument to whom or whose order the money is or by the instrument directed to be paid is called pay. ആർക്കാണോ പൈസ കിട്ടുന്നത് that is basically what you call pay. So drawer എന്ന് പറഞ്ഞാൽ ആരാണോ ആ ചെക്ക് ഡ്രോ ചെയ്യുന്നത് ഉണ്ടാക്കുന്ന basically debtor is called the drawer. Drawee എന്ന് പറഞ്ഞാൽ basically bank ആണ്. എപ്പോഴും ഈ ചെക്കിന്റെ കേസിൽ drawee is always bank and pay is a person to whom that particular payment is made അല്ലെങ്കിൽ or to the order to whom such payment is being made. That is basically what you call pay. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടെ.
പെട്ടെന്നൊന്ന് വായിച്ചോണേ. ഇത് നോക്കിയാലും മതി കേട്ടോ. പേഴ്സൺ ഹൂ ഇസ് എ മേക്കർ ഇസ് കോൾഡ് ഡ്രോയർ. പേഴ്സൺ ഹൂ ഇസ് ഡയറക്റ്റഡ് ടു പേ ഇസ് കോൾഡ് ഡ്രോയി. ദാറ്റ് ഇസ് ഓൾവേസ് എ ബാങ്ക്. ആൻഡ് പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ഇറ്റ് ഇസ് ബിൻ ഇഷ്യൂ. ആരുടെ ഫേവറിലാണോ അത് ഇഷ്യൂ ചെയ്തത്, ദാറ്റ് ഇസ് ബേസിക്കലി കോൾഡ് പേ. ആർക്കാണോ പൈസ കിട്ടുന്നത്, ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് കോൾഡ് പേ. ആ മോളത്തെ സാധനം അല്ല ഇത്, ഏതെങ്കിലും ഓർത്താലും മതി. ഇറ്റ്സ് കൈൻഡ് ഓഫ് ദ സെയിം ഉണ്ട്. ഓക്കെ അല്ലേ? Essential characteristics of a check. According to the definition of check under section 6, a check is a species of a bills of exchange that thus it should fulfill all the essential characteristics of a bills of exchange. ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ ഓർമ്മയില്ല, ചെക്ക് ഇസ് എ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ BOE എല്ലാ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ചെക്കും കംപ്ലൈ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ചെക്കിന്റെ കേസിൽ ഡ്രോയി എന്ന് പറയുന്നത് ഒരു ബാങ്ക് തന്നെ ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് ഷുഡ് ഓൾവേസ് ബി പേയബിൾ ഓൺ ഡിമാൻഡ്. സോ ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ് ബേസിക്കലി ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫീച്ചേഴ്സുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി പേയബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ക്ലാസിഫിക്കേഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് രണ്ട് രീതിയിലാണ്. ബെയർ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഓർഡർ ഇൻസ്ട്രുമെന്റ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ട് അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ ഓർഡർ ഇൻസ്ട്രുമെന്റ്. ബെയർ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് അയാൾക്ക് ആ പറയുന്ന പേയ്മെന്റ് കൊടുത്തിരിക്കണം. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ ബെയർ ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെന്റ് വേർ ദ നെയിം ഓഫ് ദ പേ ഈസ് ബ്ലാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ല, ബ്ലാങ്ക് എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പേയുടെ പേര് ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഓർ വേർ ദ നെയിം ഓഫ് പേ ഈസ് സ്പെസിഫൈഡ് വിത്തിൻ ദ വേർഡ്സ് ഓർ ബെയർ വേർ ദ ലാസ്റ്റ് എൻഡോസ്മെന്റ് ഇസ് ബ്ലാങ്ക്. അപ്പൊ ഓർ ബെയർ എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിന്റെ അർത്ഥം വെച്ച ബ്ലാങ്ക് എൻഡോസ്മെന്റ്. ആ കേസിൽ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ബെയർ ഇൻസ്ട്രുമെന്റ്. It is an instrument which is payable to a person or payable to a person or his order or payable to the order of a person where the last endorsement is in full, which such an instrument can be negotiated by endorsement and delivery. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലാങ്ക് എൻഡോസ്മെന്റ് ആയിരിക്കത്തില്ല. ബ്ലാങ്ക് എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരുടെ പേരും എഴുതിയിട്ടുണ്ടാവില്ല. സോ ആർക്കാണോ ആ പറയുന്ന ഇൻസ്ട്രുമെന്റ് കിട്ടുന്നത് ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ ബെയർ. മറ്റേ ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലാങ്ക് എൻഡോസ്മെന്റ് അല്ല, ഫുൾ എൻഡോസ്മെന്റ് ആണ്. എൻഡോസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ബ്ലാങ്ക് എൻഡോസ്മെന്റ് അല്ല, വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഒരാളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓർ ടു ദ ഓർഡർ ഓഫ് സെറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഓർഡർ ഇൻസ്ട്രുമെന്റ്. അത് രണ്ടും ക്ലിയർ ആയോ? ബെയർ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഓർഡർ ഇൻസ്ട്രുമെന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മക്കളെ, മാർക്ക് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Foreign inland instrument, foreign instrument. Your workbook, there is a very good question. I want you to solve it out in your workbook. ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2-3 നല്ല ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. സോ ഇഫ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് മെനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളൊരു IQ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. IQ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ നമ്പർ കൊണ്ട് എഴുതാമെങ്കിൽ അടിപൊളി. ഇൻലൻഡ് ആൻഡ് ഫോറിൻ ഇൻസ്ട്രുമെന്റ് സെക്ഷൻ 11 and 12 ഓഫ് NI Act. ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ് ഒരു പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, എന്റെ കൂടെ പഠിക്കണേ, ഒരു പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഒരു ചെക്ക് ആയിക്കോട്ടെ, ഡ്രോൺ ഓർ മെയ്ഡ് ഇൻ ഇന്ത്യ, അത് ഉണ്ടാക്കിയത് ഇൻ ഇന്ത്യയിലാണ്, ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഓർ ഡ്രോൺ അപ്പോൺ എനി പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. സോ ഓർത്തോണേ, ഡ്രോൺ ഇന്ത്യയിൽ, നോട്ട് ചെയ്തോണേ, ഡ്രോൺ ഇന്ത്യയിൽ, പേയബിൾ അല്ലെങ്കിൽ ഡ്രോൺ അപ്പോൺ പേഴ്സൺ resident in India shall be deemed to be a inland instrument. Note ചെയ്ത് വെച്ചേ, drawn in India ആണ്, payable is also in India to a person resident in India. ആരാണോ resident in India അയാളുടെ മേളിൽ ഡ്രോ ചെയ്തു. That's basically what you call inland instrument. Inland instrument. Just note down in your textbook. Textbookil തന്നെ നോട്ട് ഡൗൺ ചെയ്തോളൂ. ഇന്ത്യയിലാണ് ഡ്രോ ചെയ്യുന്നതും പേയബിളും ഇന്ത്യയിലാണ് on a person resident in India. That is what you call inland instrument. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാമോ?
എഴുതിയോ? കഴിഞ്ഞോ? യെസ്. കുറേ ക്വസ്റ്റ്യൻസ് പ്ലീസ് ഡു സോർട്ട് ഇറ്റ് ഔട്ട്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർ പറയുന്നതാണ്. ഇൻലൻ ഇൻസ്ട്രുമെന്റ് ഒരു സാധനം ഐ വോണ്ട് യു ടു നോട്ട് ഇറ്റ് ഡൗൺ. ഈ ഒരു സാധനം ഒന്ന് കിട്ടിയാൽ എത്ര ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും യു വിൽ ബി ഏബിൾ ടു മാർക്ക്. ഒരു സ്റ്റാർ കൊടുത്തേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ഈ കണ്ടീഷൻ മനസ്സിൽ ഓർത്താൽ മതി. ഡ്രോൺ ഇൻ ഇന്ത്യ, ഒന്നെങ്കിൽ പേബിൾ അല്ലെങ്കിൽ ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. അപ്പൊ ഡ്രോൺ ഇൻ ഇന്ത്യ ഒന്നെങ്കിൽ പേബിൾ അല്ലെങ്കിൽ ഡ്രോൺ അപ്പോൺ, ഒന്നെങ്കിൽ പേബിൾ ഇൻ ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ, ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. മറക്കരുത്, ഞാൻ ഒന്നുകൂടെ പറയാം. ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ, ഡ്രോൺ അപ്പോൺ എ PRI, പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ വാട്ട് യു കോൾ inland instrument. An inland instrument remains inland even it has been endorsed in a foreign country. എടാ, ഫോറിൻ കൺട്രിയിൽ എൻഡോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എൻ ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ്. ക്ലിയർ ആയോ? മറ്റു സാധനം ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ, ഡ്രോൺ അപ്പോൺ എ PRI. ക്ലിയർ? ഓക്കെ, ഇതിനകത്ത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അവർ പറയും ഡ്രോൺ ഇൻ ഇന്ത്യ ആണ്, പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. പക്ഷേ ഈ സാധനം നോക്കി വെച്ചാൽ മതി. ഡ്രോൺ ഇൻ ഇന്ത്യ ആണ്, ഇത് പാലിച്ചു. പേബിള് ഔട്ട്സൈഡാണ്. പക്ഷെ ഡ്രോൺ അപ്പോൺ എന്ന് പറയുന്നത് പേഴ്സൺ റെസിഡന്റ് ഇന്ത്യയുടെ മുകളിലാണ്. മനസ്സിലായോ? ഡ്രോൺ ഇൻ ഇന്ത്യ അത് കറക്റ്റ്. പേബിൾ ഔട്ട്സൈഡാ, പക്ഷെ ഡ്രോൺ അപ്പോൺ എ PRI, ഇത് സാറ്റിസ്ഫൈഡാ, അത് ഇൻലൻഡ് ബില്ലാണ്. അപ്പൊ ജസ്റ്റ് ബിക്കോസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉടനെ ഫോറിൻ ബിൽ എന്ന് പറയരുത്. ഇഫ് ഇറ്റ് ഇസ് ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇൻലൻഡ് ബിൽ. ഡ്രോൺ ഇൻ ഇന്ത്യ ഇപ്പൊ പേബിൾ ഔട്ട്സൈഡ് ആയിരിക്കും, പക്ഷെ ഡ്രോൺ അപ്പോൺ എ PRI ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഇൻലൻഡ് ബിൽ. ആ പറയുന്ന ട്വിസ്റ്റ് മനസ്സിലായോ? എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെ അത് പലതും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ സംഭവം ക്ലിയർ ആയോ? ഡ്രോൺ ഇൻ ഇന്ത്യ പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ആകാം, പക്ഷെ ഡ്രോൺ അപ്പോൺ എ PRI. ക്ലിയർ? ഓക്കെ, foreign instrument. Next one, foreign instrument. Okay, a foreign instrument is one which is not an inland instrument. ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ, ഡ്രോൺ ഇൻ ഇന്ത്യ, പേബിൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഡ്രോൺ അപ്പോൺ എ PRI, അങ്ങനെ വരാത്ത ഇൻസ്ട്രുമെന്റ് നമ്മളെല്ലാം ഫോറിൻ ഇൻസ്ട്രുമെന്റ് വിളിക്കും. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ഫോളോസ്. നോക്കിക്കോണേ, പ്രോമിസറി നോട്ട് ആകാം. നിങ്ങൾ ഇങ്ങനത്തെ ഷോർട്ട് ഫോംസ് എക്സാമിന് ഉപയോഗിക്കരുത്. റൈറ്റ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. പ്രോമിസറി നോട്ടോ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ, ചെക്കോ, ഡ്രോൺ അല്ലെങ്കിൽ മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഞാൻ NI എന്ന് കൊടുക്കാവേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അതൊന്നെങ്കിൽ ഡ്രോൺ ആകാം, അല്ലെങ്കിൽ മെയ്ഡ് ആകാം ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, റെസിഡൻസ് ഓഫ് പേഴ്സൺ ഓൺ ഹൂം ആൻഡ് പ്ലേസ് ആണ് പറയുന്നത്. ഓൺ എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ പ്ലസ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇപ്പൊ ഡ്രോൺ ആൻഡ് മെയ്ഡ് ഔട്ട്സൈഡ് ആണ്, ഈ സാധനം റിമെയിൻസ് ദ കോമൺ. എന്നിട്ട് ഫസ്റ്റ് കേസ് പറയാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാമേ. ഇറ്റ് കുഡ് ബി എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ ഇറ്റ് കുഡ് ബി എ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഞാൻ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കുക ഓർക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് പേയബിൾ ഇന്ത്യയിലായിരിക്കണം. ഇത് കോമൺ ആണ്.
This is something which is common for everything. Drawn അല്ലെങ്കിൽ മെയ്ഡോ എന്തായാലും ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഇറ്റ് ഇസ് ഐദർ ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ, ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് PRIയുടെ മുകളിലാവാം, PROIയുടെ മുകളിലാകാം. പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യയുടെ മുകളിലാകാം, പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യയുടെ മുകളിലാകാം. പേബിളും ഇന്ത്യയിലായിരിക്കണം. ഓക്കെ, അത് PRI ആകാം, PROIയുടെ മുകളിലാകാം, ഡ്രോ ചെയ്തത് പുറത്താകാം, മേക്ക് ചെയ്തത് പുറത്താകാം. പക്ഷെ പേബിൾ ആകുന്നത് ഇന്ത്യയിലാണ്. ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ഫോറിൻ ബിൽ സിൻസ് ഇറ്റ് ഇസ് ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ അല്ലേ? സെക്കൻഡ് കേസ്, സെയിം കേസാണ് പറയുന്നത്. ഡ്രോൺ മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ. നോട്ട് ചെയ്ത് വെച്ചോ, പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതും ഇതും കോമൺ ആണ്. എന്തെങ്കിലും ഡ്രോ ചെയ്തത് പുറത്താണ്. ആരുടെ മുകളിലാണ്? PROIയുടെ മുകളിലും ഔട്ട്സൈഡ് ഇന്ത്യയാണ് പേയ്മെന്റ് വന്നേക്കുന്നത്. മൂന്നാമത്തത് സെയിം തിങ്, ഡ്രോൺ മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ പ്ലസ് പേയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. നോട്ട് ചെയ്ത് വെച്ചേ. ഡ്രോ ചെയ്തത് പുറത്ത്, മേക്ക് ചെയ്തത് പുറത്ത്, കോമൺ ആണ്. ആദ്യത്തെ കേസിൽ PRIയുടെ മുകളിലാകാം, PROIയുടെ മുകളിലാകാം, ഇന്ത്യയിൽ പേയ്മെന്റ് വരുന്നു. രണ്ടാമത്തെ കേസ് നമുക്ക് പെറുക്കി എടുക്കാം. ഇത് PROI പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ PRI പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് കോമൺ ആണ്. ദിസ് വിൽ ബി കൺസിഡർഡ് ആസ് ഫോറിൻ ഇൻസ്ട്രുമെന്റ്. ക്ലിയർ അല്ലേ? ഇത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തോളൂ. I hope it's clear. അവർ നിങ്ങളോട് ചോദിക്കും, identify whether it is an inland instrument or a foreign instrument. I feel this can come for the September attempt. Clear ആയോ? ഇൻലൻഡ് ബിൽ, ഫോറിൻ ബിൽ പറയൂ മക്കളെ. ഐഡന്റിഫൈ ചെയ്യൂ. ഇത് നോട്ട് ഡൗൺ ചെയ്തോ? ഓക്കെ, ഇതേ സാധനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതിയ നോട്ട് ഇട്ടിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. Now, until here we'll do and we'll take a break. Incoherent instrument and ambiguous instrument. It means an instrument that is incomplete in certain respect. Incoherent instrument means അത് എന്തൊക്കെയോ കാര്യങ്ങളിൽ മറ്റേ ഇൻസ്ട്രുമെന്റ് ഫിൽഡ് അല്ല, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. Certain things are missing and that's basically what you call incoherent instrument. The drawer, maker, acceptor, endorser of a negotiable instrument may sign and deliver the instrument to another person in his capacity, leaving the instrument either wholly blank or having written on it the word incomplete. Acceptor ആയിക്കോട്ടെ, drawer ആയിക്കോട്ടെ, maker ആയിക്കോട്ടെ, endorser ആയിക്കോട്ടെ, വേറൊരാൾക്ക് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, അതിന്റെ പുറകിൽ എഴുതി വെച്ചാൽ മതി ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. Such an instrument is called incoherent instrument and this gives a power to the holder to make it complete by writing any amount either within the limit specified therein or within the limit specified by the stamp suffix. Amount ഒന്നും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. സോ acceptor ആയിക്കോട്ടെ, മേക്കർ ആയിക്കോട്ടെ, ഡ്രോയർ ആയിക്കോട്ടെ, whoever gets it, ബാക്കിൽ അവരത് എഴുതി വെക്കും. ദിസ് ഇസ് എ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് എ ഇൻകംപ്ലീറ്റ് എൻഡോഴ്സ്മെന്റ്. അപ്പൊ അത് കിട്ടുന്ന ആൾക്ക് എത്രയാന്ന് വെച്ചാൽ എമൗണ്ട് എഴുതിയിട്ട് ആ പറയുന്ന ഡോക്യുമെന്റിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ incoherent instrument or ambiguous instrument. The principle on this rule of incoherent instrument is based on the principle of estoppel. Now, holder and due course ഞാൻ ഇത് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ, കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. ആംബിഗ്വസ് ഇൻസ്ട്രുമെന്റ്, വേർ എൻ ഇൻസ്ട്രുമെന്റ് മേ ബി കൺസ്ട്യൂഡ് എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റഡ് ഐദർ ആസ് എ പ്രോമിസറി നോട്ട് ഓർ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്കതിനെ പ്രോമിസറി നോട്ട് ആയിട്ടോ ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. വി ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ, ആംബിഗ്വസ് ആണ്, ദർ സം കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ. വി ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ വെദർ ദാറ്റ് ഇസ് എ പ്രോമിസറി നോട്ട്, വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വെദർ ദാറ്റ് ഇസ് എ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. അങ്ങനത്തെ ഒരു തരം കൺഫ്യൂഷൻ വരുന്ന ഒരു ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ്
ആംബിഗ്വസ് ഇൻസ്ട്രുമെന്റ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. കംപ്ലീറ്റ്ലി ഇൻകംപ്ലീറ്റ്. ഇവിടെ ഇൻകംപ്ലീറ്റ് എന്ന് ഉപയോഗിക്കുന്ന അത്ര കറക്റ്റ് അല്ല. മറ്റേടത്ത് ഇൻകോഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്. അത് എക്സെപ്റ്ററിനോ ഡ്രോയറിനോ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് എഴുതി ആ പറഞ്ഞ ഡോക്യുമെന്റ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് വെൻ യു കം ടു ദ ആംബിഗ്വസ് ഇൻസ്ട്രുമെന്റ്, അതിനെ പ്രോമിസറി നോട്ടായിട്ടോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ഐദർ ഓഫ് ദി കേസ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ആംബിഗ്വസ് ഇൻസ്ട്രുമെന്റ്. ക്ലിയർ അല്ലേ? Vague ആണ്, which is vague. So I hope until here we are on track. Settle. Okay. So we will take a small break and we'll come back by 7:05. In between, if you find any particular topic, നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can write it in the chat box when we restart after the break. So please come back by 7:05.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ബാക്കി ടോപ്പിക്സ്. ക്ലിയർ അല്ലേ? Okay, now let's continue. Now, I want you to take down a particular thing. ഒന്ന് എഴുതിയെടുക്കോ. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ കാര്യമായിട്ട് ഹോൾഡർ ആൻഡ് ഹോൾഡർ ഡ്യൂക്കോസിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയണില്ല. പക്ഷെ നമ്മൾക്ക് ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം. ദെൻ ഓൺലി യു വിൽ ആക്ച്വലി ഗെറ്റ് ഫ്യൂ തിങ്സ്. സോ can you just note it down? Holder and hold and deucosum. Just on the note you. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസും പറയാം. ആൻഡ് നിങ്ങൾ ആ നോട്ട്സ് പേജിൽ എഴുതിക്കോ. ഇത്രയും സ്പേസും കൊണ്ടൊന്നും തികയത്തില്ല. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ നോട്ട്സ് പേജ്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് പേജ് ഇസ് എ നോട്ട്സ് പേജ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ദെയർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഡ്യൂക്കോസ്. എഴുതിക്കോളൂ. ഹോൾഡർ ഇസ് എ പേഴ്സൺ. Holder is a person who has legally obtained. Holder is a person who has legally obtained a negotiable instrument. A holder is a person who has legally obtained a negotiable instrument with the name entitled on it. With the name entitled on it. A holder is a person who has legally obtained a negotiable instrument with the name entitled on it for receiving the payment from the parties. For receiving the payment from the parties. Liable. For receiving the payments from the parties. Liable. Continue writing about holder. Cut up. A holder is not required to pay any consideration. A holder is not required to pay any consideration. A holder is not required to pay any consideration. Next point. A holder is not allowed to sue any prior parties. A holder is not allowed to sue any prior parties. A holder is not allowed to sue any prior parties. Heading holder and due course. Holder and due course. Holder and due course. Holder in due course is a person. Holder in due course is a person who acquires a negotiable instrument. Holder in due course is a person who acquires a negotiable instrument in a good faith. Who acquires a negotiable instrument in a good faith for consideration
Before it becomes due for payment. Before it becomes due for payment. Before it becomes due for payment. Next point, a holder in due course is allowed to sue. A holder in due course is allowed to sue every prior party. Every prior party. സോ പണ്ട് നമ്മുടെ നിങ്ങളുടെ അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ ഹോൾഡർ ആൻഡ് ഡ്യൂക്കേഴ്സിനെ പറ്റി ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും പഠിക്കാനായിട്ടില്ല. പക്ഷെ അത് അവിടെ ഇവിടെ തൊട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്റർമീഡിയറ്റിൽ അത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആയിരുന്നു. സോ ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് എ റിസ്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾഡർ ആൻഡ് ഡ്യൂക്കേഴ്സ് എന്താണെന്ന് പറയുന്നതേ ഉള്ളൂ. സോ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറേഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്യുന്ന ആളൊന്നുമല്ല. അയാളുടെ പേര് അവിടെ മെൻഷൻഡ് ആയതുകൊണ്ട് അയാൾക്ക് ആ ഇൻസ്ട്രുമെന്റ് കിട്ടിക്കഴിയുമ്പോൾ, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കിട്ടുമ്പോൾ അയാളുടെ പേര് അവിടെ മെൻഷൻഡ് ആയതുകൊണ്ട് അയാൾക്ക് അത് കിട്ടുന്നു. ഹി ഈസ് നോട്ട് ഒബ്റ്റെയിനിങ് ഫോർ എനി കൺസിഡറേഷൻ കൊടുത്തിട്ടൊന്നും കിട്ടുന്നതല്ല. അയാളുടെ പേര് അവിടെ എൻടൈറ്റിൽഡ് ആണ്. അയാളുടെ പേര് അവിടെ എഴുതി വെച്ചതുകൊണ്ട് ഹീസ് എൻടൈറ്റിൽഡ് ടു സച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അങ്ങനത്തെ വിളിക്കുന്ന ഒരാളെ പേരാണ് ഹോൾഡർ. അല്ല, ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് മെച്ചൂരിറ്റി ഡേറ്റിന് മുന്നേ ആയിട്ട്, ആ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ മെച്ചൂരിറ്റി ഡേറ്റിന് മുന്നേ ആയിട്ട് അയാൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. സോ ഹോൾഡർ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ കൊടുത്തിട്ടൊന്നുമല്ല, അയാളുടെ പേര് അവിടെ മെൻഷൻഡ് ആയതുകൊണ്ട് ഹീസ് എൻടൈറ്റിൽഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. മറ്റേ വ്യക്തി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് അയാൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് ബിഫോർ ദ മെച്ചൂരിറ്റി അയാൾ ആ പറയുന്ന ഡോക്യുമെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡറിന്റെ ഹോൾഡറിന്റെ പ്രിവിലേജസ് കുറവാണ് കമ്പയർഡ് ടു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡറിന് പ്രയർ പാർട്ടീസിനെ ഒന്നും സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് പ്രയർ പാർട്ടീസിനെ ഒക്കെ സ്യൂ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? വാട്ട് ഇസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം ഇന്ററിൽ അത് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളായിരുന്നത് കൊണ്ട് ഐ ഫീൽ ദേ ക്യാൻ ആസ്ക്. ഇന്റർവ്യൂ റിപ്പീറ്റഡ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് 8 to 9 അറ്റംപ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ്. പ്രോബ്ലി ദേ കൻ ആസ്ക് യു റൈറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ്. നിങ്ങൾ RTP MTP ഒന്നും കണ്ടിട്ടില്ല എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യു കൻ റൈറ്റ് ദിസ്. ഓക്കെ. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻ ആണ് അടുത്ത പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, when a negotiable instrument is transferred to any person with a view to constitute the person holder thereof, the instrument is deemed to have been negotiated. അപ്പോൾ ഒരു സെക്ഷൻ 14 പ്രകാരം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക ടു എനി പേഴ്സൺ വിത്ത് എ വ്യൂ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ പേഴ്സൺ ഹോൾഡർ. അയാളെ ഹോൾഡർ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഡീംഡ് ടു ബി നെഗോഷിയേറ്റഡ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്തു എന്ന് പറയാം, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാം. ദസ് ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിന്നാണ് അതിന്റെ അർത്ഥം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് മേ ബി നെഗോഷിയേറ്റഡ് ഐദർ ബൈ ദ ഡെലിവറി. അത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഹോൾഡറിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒന്നുകിൽ ഡെലിവറി വഴിയാകാം when these are payable to the bearer, or by endorsement and delivery when these are payable to the order. So bearer ആകുമ്പോൾ it will be by delivery only. അതൊരു ഓർഡർ, രണ്ട് ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ച ഓർമ്മയില്ല, ബെയർ ഇൻസ്ട്രുമെന്റ് ഓർഡർ ഇൻസ്ട്രുമെന്റ്. സോ ഇഫ് ഇറ്റ് ഇസ് എ ബെയർ ഇൻസ്ട്രുമെന്റ് അത് ബൈ ഡെലിവറി ആയിരിക്കും കംപ്ലീറ്റഡ് ആകുക, ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആകുക. അതൊരു ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണെന്നുണ്ടെങ്കിൽ എൻഡോഴ്സ്മെന്റും ഡെലിവറിയോടും കൂടിയാണ് അത് കംപ്ലീറ്റഡ് ആകുക. സോ ഓർഡർ എന്ന് പറയുമ്പോൾ അത് എൻഡോസ് ചെയ്തിരിക്കണം, എന്നിട്ട് ഡെലിവറി ചെയ്യണം. ബെയർ എന്ന് പറയുമ്പോൾ അത് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ പറഞ്ഞ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ പറയുന്ന സാധനങ്ങൾ ഈ ഡയഗ്രാം വെച്ച് പഠിക്കുന്നതാണ് എളുപ്പം. നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പം മറ്റേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? പ്രോമിസറി നോട്ട് ഉണ്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ചെക്ക് ഉണ്ട്. അപ്പൊ നോക്കാം. പ്രോമിസറി നോട്ടോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ ബെയർ ഇൻസ്ട്രുമെന്റ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ എങ്ങനെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും? ബൈ ഡെലിവറി.
അത് ആക്ച്വൽ ഡെലിവറി ആകാം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. ഇനിയും പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഷുഡ് ബി ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. തൊട്ട് നമ്മൾ മോളിൽ പഠിച്ച അതേ സംഭവം അവർ പോയിന്റ് ആയിട്ട് പറയുകയാണ്. സോ നിങ്ങളുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, പ്രോമിസറിനായിട്ടായിക്കോട്ടെ, അത് ബെയർ ആണെന്നുണ്ടെങ്കിൽ ബൈ ഡെലിവറി. ദാറ്റ് കുഡ് ബി ആക്ച്വൽ ഡെലിവറി ഓർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അതേ സമയത്ത് ഇഫ് ഇറ്റ് ഇസ് എൻ ഓർഡർ ഇൻസ്ട്രുമെന്റ് അത് കംപ്ലീറ്റ് ആവുന്നത് ബൈ എൻഡോഴ്സ്മെന്റ് ആസ് വെൽ ആസ് ഡെലിവറി. ഓക്കെ അല്ലേ? ഓക്കെ, സെയിം സംഭവമാണ് പറയുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 58, അതായത് 47 വായിക്കുന്നതിന് മുന്നേ 58 പോയി വായിച്ചോണം. വാട്ട് ഇസ് 58? ഇൻസ്ട്രുമെന്റ് ഒബ്റ്റെയിൻ ബൈ അൺലോഫുൾ മീൻസ് ഓർ ഫോർ അൺലോഫുൾ കൺസിഡറേഷൻ. സോ അൺലോഫുൾ മീൻസ് വഴിയോ അൺലോഫുൾ കൺസിഡറേഷൻ വഴിയോ ഒബ്റ്റെയിൻ ചെയ്ത കാര്യമല്ല ഇവിടെ പറയുന്നത്, അല്ലാത്ത കാര്യം പറയുന്നത്. സബ്ജക്ട് ടു സെക്ഷൻ 58. A promissory note, a bills of exchange, a check payable to the bearer is negotiable by delivery thereof. അപ്പോൾ ഒരു പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, അത് ബെയറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചത് ഇറ്റ് ഇസ് കംപ്ലീറ്റഡ് ബൈ ഡെലിവറി. അപ്പോൾ അത് സബ്ജക്ട് ടു സെക്ഷൻ 58 ആണെന്ന് ഓർത്തോണം. ഇവിടെ ഓർത്താൽ മതി സബ്ജക്ട് ടു സെക്ഷൻ 58. സെക്ഷൻ 58 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൺലോഫുൾ മീൻസ് വഴി അല്ലെങ്കിൽ അൺലോഫുൾ കൺസിഡറേഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്തത് ഇവിടെ കവേർഡ് അല്ല. എക്സെപ്ഷൻ: a promissory note, a bill of exchange, check delivered on condition that it is not to take effect except in certain event is not negotiable unless such event happens. അവിടെ ഒരു ഈവന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രോമിസറി നോട്ടോ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ ഒരു ചെക്കിനകത്തോ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രം ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പൊ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഈവന്റ് കഴിയുന്നിടം വരെ ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ക്ലിയർ ആണോ? ക്ലിയർ? ഒരു കണ്ടീഷൻ സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഈവന്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ അല്ലേ? ക്യാൻ വി ഗോ അഹെഡ്? ഇതൊക്കെ എനിക്കൊരു ഡൗട്ട് പൊതുവെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സെറ്റ്? പോകാൻ പറ്റുമോ മുന്നോട്ട്? നെഗോസിയേഷൻ ബൈ എൻഡോഴ്സ്മെന്റ്. നമ്മൾ എൻഡോസ് ചെയ്ത് പോവാണ്. അതായത് എനിക്ക് ശ്രീലക്ഷ്മിക്ക് എൻഡോസ് ചെയ്യാം, തസ്നയ്ക്ക് എൻഡോസ് ചെയ്യാം. ഞാൻ ശ്രീലക്ഷ്മിക്ക് എൻഡോസ് ചെയ്യുന്നു, ശ്രീലക്ഷ്മി അത് തസ്നയ്ക്ക് എൻഡോസ് ചെയ്യുന്നു, തസ്ന അത് നന്ദയ്ക്ക് എൻഡോസ് ചെയ്യുന്നു, അടുത്ത് നിഹാലിന് എൻഡോസ് ചെയ്യുന്നു. അങ്ങനെ എൻഡോസ് ചെയ്ത് പോകും. സോ നെഗോസിയേഷൻ ബൈ എൻഡോഴ്സ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 58. അഗൈൻ 58 എന്തിനെ പറ്റിയിട്ടാണ് പറയണേ? ഈ സാധനം മാത്രം ഓർത്തിച്ചാൽ മതി. ഓക്കെ, the instrument obtained by unlawful means or for unlawful consideration. Instrument obtained by unlawful means or unlawful consideration. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇത് വായിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. സബ്ജക്ട് ടു സെക്ഷൻ 58. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സബ്ജക്ട് ടു സെക്ഷൻ 58. A promissory note, a bills of exchange or a check payable to the order is negotiable by the holder by endorsement and delivery. So ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സബ്ജക്ട് ടു സെക്ഷൻ 58. സോ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്ജക്ട് ടു സെക്ഷൻ 58. സോ അൺലോഫുൾ മീൻസോ അൺലോഫുൾ കൺസിഡറേഷനോ പ്രൊവിഷൻസ് വായിച്ചിട്ട് മാത്രമേ ഈ പറയുന്ന പ്രൊവിഷൻസ് വായിക്കാവുള്ളൂ എന്നാണ് ആക്ട് എഴുതി വെച്ചേക്കണം. നോ, ഇതിനകത്ത് ഈ സാധനം ഒന്ന് is it a very important area? No. പക്ഷെ ചില അറ്റംപ്റ്റുകളിൽ നമുക്ക് അൺഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് യു വെരി വെൽ നോ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പാറ്റേൺ ഉണ്ട്. they have a way where we expect very least important questions അല്ലെങ്കിൽ തീരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഒരു ഏരിയയിൽ they keep on asking questions. So ഞാൻ പ്രിഫറബിളി പറയില്ല ഡോണ്ട് ടേക്ക് എ റിസ്ക്. കാരണം ഒന്നെങ്കിൽ റിപ്പീറ്റേഴ്സ് എഴുതുന്ന ബാച്ച് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡീമോട്ടിവേറ്റിംഗ്. നമ്മൾ ഈ ബാക്കി എല്ലാം ഇതിനകത്ത് പഠിച്ചിട്ട് പോയി, നമ്മൾ വിടുന്ന ഈ ഒരു ഒറ്റ ടോപ്പിക്കാണ്. ആൻഡ് ഇഫ് ദിസ് ക്വസ്റ്റ്യൻ കംസ് ഫോർ ദി എക്സാം ഇറ്റ്സ് ഗോയിങ് ടു ബി ഡീമോട്ടിവേറ്റിംഗ്. കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് പൊതുവേ കുട്ടികൾക്ക് കമ്പയർഡ് ടു ദി അതർ ആക്ട്സ് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് കുട്ടികൾ കുറച്ചും കൂടെ അത്ര താല്പര്യം കാണിക്കാത്ത ഒരു ആക്ട് ആണ് NI Act. ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മെജോറിറ്റി they show some kind of a discomfort with this particular act. അപ്പോൾ നിങ്ങൾ ബാക്കി എല്ലാം കഷ്ടപ്പെട്ട് പഠിക്കുന്നു ആൻഡ് യു ആർ ലീവിങ് ഓൺലി ദിസ് ഡെലിവറി പാർട്ട്.
there are chances they can ask this from this particular area. Appo ee chapter padicchu thane varudhe ipo. So don't leave any kind of doubt, just focus on this particular area. Exam nu munne onnum koodi area vena kandal ningalku ഒറ്റയ്ക്ക് പഠിക്കുന്നതിന്റെ മടി മാറി കിട്ടും. സോ ഈ ഒരു ഏരിയ തൊട്ട് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം അറിയാലോ ഏകദേശം. ഇപ്പോൾ ഒരു 1.5 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ അറൌണ്ട് 1.5 hours കഴിഞ്ഞിട്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് ഏരിയ. സോ അത് നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ട് യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ഹിയറിംഗ് ദിസ് പർട്ടിക്കുലർ പാർട്ട്. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. ഡെലിവറി ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് ഇസ് എസെൻഷ്യൽ വെദർ ദ ഇൻസ്ട്രുമെന്റ് ഇസ് പേബിൾ ടു ദ ബെയറർ ഓർ ദ ഓർഡർ ഫോർ ഇഫക്റ്റിംഗ് ദ നെഗോസിയേഷൻ. ഡെലിവറി ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് എസെൻഷ്യൽ ആകുന്നത് ഇൻസ്ട്രുമെന്റ് പേബിൾ ടു ദ ബെയറർ അല്ലെങ്കിൽ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് വരിക. ദ ഡെലിവറി മസ്റ്റ് ബി വോളണ്ടറി. നിർബന്ധപൂർവ്വമാവരുത്. ഇറ്റ് ഷുഡ് ബി വോളണ്ടറി ആൻഡ് ദ ഒബ്ജക്ട് ഓഫ് ഡെലിവറി ഷുഡ് പാസ് ടു ദ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് ടു ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഇസ് ഡെലിവേർഡ്. ആർക്കാണോ അത് എഴുതി വെച്ചേക്കുന്ന നെഗോസിയേഷൻ അയാൾക്കാണ് അത് ഡെലിവറി ചെയ്യേണ്ടത്. ദ ഡെലിവറി എന്ന് പറയുന്നത് ആക്ച്വൽ ആകാം, കൺസ്ട്രക്റ്റീവ് ആകാം. തൊട്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ ദ ഇൻസ്ട്രുമെന്റ് ചേഞ്ചസ് ഹാൻഡഡ് ഫിസിക്കലി. ഫിസിക്കലി ആ പറയുന്ന ആൾക്ക് തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ആക്ച്വൽ ഡെലിവറി. കൺസ്ട്രക്റ്റീവ് ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഡെലിവേർഡ് ടു ദ ഏജന്റ്, ക്ലർക്ക് ഓർ servant of the endorsee on his behalf when the endorser after the endorsement holds the instrument as an agent of the endorsee. So that directly നമ്മൾ കൊടുക്കാതെ ഒരു ഏജന്റിനോ ഒരു ക്ലർക്കിനോ ഒരു സെർവന്റ് ഓഫ് ദ എൻഡോസിക്കോ നമ്മൾ കൈമാറി കഴിയുമ്പോൾ അയാൾ മറ്റേ ആളുടെ ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾഡ് ചെയ്യാണ്. ആക്ച്വൽ പേഴ്സൺ അല്ല നമ്മളത് ഡെലിവറി ചെയ്യുന്നത്. ആ ആക്ച്വൽ പേഴ്സന്റെ ഏജന്റിനാകാം, ക്ലർക്കിനാകാം, സെർവന്റ് ഓഫ് ദ എൻഡോസി ആകാം, ഹു ഇസ് ഹോൾഡിംഗ് ഇറ്റ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ എൻഡോസർ. ദാറ്റ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡെലിവറി ഇസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. സോ ഇതാണ് ഡെലിവറിയുടെ ഒരു ഏരിയ. ക്ലിയർ ആണോ? Okay. Next. The rights in the instrument are not transferred. A negotiable instruments അതിനകത്ത് അത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, അതിനകത്തെ റൈറ്റ്സ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനകത്തെ റൈറ്റ്സ് ഒരിക്കലും ട്രാൻസ്ഫേർഡ് ആകൂല ടു ദ എൻഡോസി unless after the endorsement the same has been delivered. എൻഡോസ് ചെയ്തതിന് ശേഷം ആ നെഗോഷ്യബിൾ എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് വിടുവാണ്. അപ്പൊ ട്രാൻസ്ഫറിന്റെ ഒരു സംഭവത്തിന്റെ പേരിനെയാണ് നമ്മൾ എൻഡോസ്മെന്റ് എന്ന് പറയാം. സോ ദ എൻഡോസ്മെന്റ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ആ മറ്റേ ഞാൻ ആ എഴുതി, ഇപ്പൊ ഞാൻ എന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നന്ദയ്ക്ക് ഞാൻ എൻഡോസ് ചെയ്ത് വിടുക എന്ന് വിചാരിക്കുക. അപ്പൊ അത് ഡെലിവറി കംപ്ലീറ്റ് ആകുന്നിടം വരെ നന്ദയ്ക്ക് ആ പറയുന്ന എൻഐയുടെ ഒരു റൈറ്റ്സും ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല. സോ ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് എൻഡോസ്, can you say that Nanda is entitled to claim the entire rights of the negotiable instruments? No. No. The rights in the instrument are not transferred to the endorsee unless after the endorsement the same has been delivered. NI എന്ത് ചെയ്തിരിക്കണം? ഡെലിവറി ചെയ്തിരിക്കണം. If a person makes an endorsement of instrument but before the same could be delivered to the endorsee, the endorser dies. എൻഡോസിക്ക് കിട്ടുന്നതിന് മുന്നേ എൻഡോസ് ചെയ്ത് എൻഡോസർ മരിച്ചു പോവുകയാണ്. The legal representative of the deceased person cannot negotiate the same by mere delivery thereof. അപ്പൊ ലീഗൽ റെപ്രസെന്റേറ്റീവ് അത് കൊടുത്താൽ മതിയോ? പോരാ. അപ്പൊ എൻഡോസർ അത് എൻഡോസ് ചെയ്യുന്നു. എൻഡോസിക്ക് അതിന് മുകളിലുള്ള എല്ലാ റൈറ്റും കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഡെലിവറി കംപ്ലീറ്റ് ആയിരിക്കണം. ഒന്നെങ്കിൽ അത് ആക്ച്വൽ ഡെലിവറി ആകാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. അപ്പൊ അവിടെ ഡെലിവറി കംപ്ലീറ്റ് ആകാതെ ആ പറയുന്ന ഞാൻ അതിന് മുന്നേ എൻഡോസർ ആയിട്ടുള്ള ഞാൻ മരിച്ചു പോകുവാണെന്നുണ്ടെങ്കിൽ എന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് എൻഡോസ് ചെയ്താൽ മതിയോ? പോരാ. സോ ആ റൈറ്റ് എൻഡോസിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ദ ഡെലിവറി ഷുഡ് ബി കംപ്ലീറ്റഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ? Okay, so let us continue. Now, mark this is very important. Very important. Repeated question. Read before exam കൊടുത്തോളൂ.
പൊതുവേ ഇറ്റ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ചോദിച്ചാലും വിൽ ബി ഈസിലി ഏബിൾ ടു ഐഡന്റിഫൈ. ഡിസോണർ ഓഫ് എ ചെക്ക് കുറേ തവണ ഇന്റർമീഡിയറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിസോണർ ഓഫ് ചെക്ക് ഫോർ ദ ഇൻസഫിഷ്യൻസി എക്സെട്ര ഫണ്ട്സ് ഇൻ ദി അക്കൗണ്ട്, സെക്ഷൻ 138 സെക്ഷൻ ഉൾപ്പെടെ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനി ചെക്ക് ഡ്രോൺ ബൈ എ പേഴ്സൺ, where any check drawn by a person on account maintained by him with a banker. ഒരാൾ ചെക്ക് ഡ്രോ ചെയ്യാണ്, ഡ്രോയർ. അപ്പോൾ അയാൾ ഡ്രോ ചെയ്യുമ്പോൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് എനി എമൗണ്ട് ഓഫ് മണി, ഒരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ടു അനദർ പേഴ്സൺ ഫ്രം ദാറ്റ് അക്കൗണ്ട്. സോ ഞാനൊരു ചെക്ക് ഡ്രോ ചെയ്യുവാണ് ഒരാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓർ ഫോർ ദ ഡിസ്ചാർജ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഡെറ്റ്, എന്തെങ്കിലും ഡെറ്റ് കൊടുത്തു തീർക്കാനാകാം, ഒരു ലയബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ടാവാം. ഇസ് റിട്ടേൺ ബൈ ദ ബാങ്ക് അൺപെയ്ഡ്. സോ ഞാനൊരു ചെക്ക് ഡ്രോ ചെയ്യുന്നു, അത് ബാങ്കിന്റെ മുകളിൽ ഞാൻ ഡ്രോ ചെയ്തു. ഒന്നുകിൽ ഞാൻ കൊടുത്തു തീർക്കാനുള്ള ഡെറ്റോ ലൈബിലിറ്റി ഒക്കെ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഞാൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്, അത് എന്റെ ബാങ്ക് റിട്ടേൺ ചെയ്യുവാണ് അൺപെയ്ഡ് ആയിട്ട്. ഐദർ ബിക്കോസ് ഓഫ് എമൗണ്ട് ഓഫ് മണി സ്റ്റാൻഡിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് അക്കൗണ്ട് ഇസ് ഇൻസഫിഷ്യന്റ്, എന്റെ ബാങ്കിൽ അത്രയും പൈസ ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ചെക്ക് ഡ്രോ ചെയ്തത് 1 lakh rupees, 10 lakh rupeesനാന്ന് വിചാരിക്കുക, 10 lakh rupeesനാന്ന് വിചാരിക്കുക. എന്റെ അക്കൗണ്ടിൽ മറ്റേ ഇൻസഫിഷ്യന്റ് ഫണ്ട് ആണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 9 lakhs എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഇറ്റ് എക്സീഡ്സ് എമൗണ്ട് അറേഞ്ച് ടു ബി പെയ്ഡ് ഫ്രം ദാറ്റ് അക്കൗണ്ട് ബൈ എൻ എഗ്രിമെന്റ് മെയ്ഡ് വിത്ത് ദാറ്റ് ബാങ്ക്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ബാങ്കിൽ മാക്സിമം ട്രാൻസാക്ഷൻ ഒരു 5 lakh വരെ അലൗ ചെയ്ത് വെച്ചാൽ മതി, ബാക്കി അതിന് മുകളിലുള്ള ട്രാൻസാക്ഷൻ അലൗ ചെയ്യണം. ഞാൻ ഓൾറെഡി ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 10 lakhന്റെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. ഐദർ ഓഫ് ദി കേസ് ആകാം, എന്റെ ബാങ്ക് ആ പറയുന്ന പേയ്മെന്റ് ആ പറയുന്ന പേയ്ക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഡ്രോ ചെയ്യുന്നു, ഞാൻ ഡെറ്റ് കൊടുത്തു തീർക്കാനാകാം, ലൈബിലിറ്റി കൊടുത്തു തീർക്കാനാവാം, അത് ഹോൾ ആകാം, പാർട്ടാകാം. ഞാൻ ഒന്നെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റഡ് ആയി, എന്റെ ബാങ്ക് പൈസ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ലിമിറ്റ് ഫിക്സ് ചെയ്തു, ആ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് വന്നുകൊണ്ട് എന്റെ ബാങ്ക് ആ പറയുന്ന പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ഐദർ ഓഫ് ദി കേസ് എന്റെ ബാങ്ക് പേയ്മെന്റ് റിജക്ട് ചെയ്തു, പേയ്മെന്റ് തരത്തില്ല എന്നുണ്ട്, പേയ്ക്ക് പൈസ കൊടുക്കത്തില്ല എന്നുണ്ട്. സച്ച് എ പേഴ്സൺ ഷാൽ ബി ഡീം ടു ഹാവ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ, ഞാൻ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷാൽ ബി പണിഷ്മെന്റ് വിത്ത് ആൻ ഇംപ്രിസ്മെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 2 years or which may extend up to twice the amount of the check or with both. എത്ര എമൗണ്ട് ആണോ അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പൊ 10 lakh ആണെങ്കിൽ twice or 20 lakh ഇംപ്രിസൺമെന്റും എനിക്ക് വന്നേക്കാം. ക്ലിയർ ആണോ? Can we go ahead? ഈ പറയുന്ന സെക്ഷൻ 138 അപ്ലൈ ചെയ്യത്തില്ല അൺലെസ് ദ ബിലോ കണ്ടീഷൻസ് ആർ കംപ്ലൈഡ് വിത്ത്. അതായത് ഈ പറയുന്ന പെനാലിറ്റി, ഈ പറയുന്ന ഇംപ്രസൺമെന്റ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ചെക്ക് പ്രസന്റഡ് വിതിൻ ദ വാലിഡിറ്റി പീരീഡ്, വിതിൻ ദ വാലിഡിറ്റി പീരീഡ് തന്നെയാണ് ചെക്ക് പ്രസന്റ് ചെയ്തത്. ചെക്ക് ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ ബാങ്ക് വിതിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് വാസ് ഡ്രോൺ ഓർ വിതിൻ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് വാലിഡിറ്റി വിച്ച് എവർ ഇസ് ഏർലിയർ. ചെക്കിന്റെ വാലിഡിറ്റി 3 months ആണ് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തേക്കുന്ന ഡേറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ ചെക്ക് പ്രസന്റ് ചെയ്തിരുന്നു. ഡിമാൻഡ് ഫോർ ദ പേയ്മെന്റ് ത്രൂ ദ നോട്ടീസ്, ദ പേ ഓർ ദ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ദ ചെക്ക് ആസ് എ കേസ് മേ ബി മേക്സ് എ ഡിമാൻഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ said amount of money by giving a notice in writing to the drawer of the check within 30 days of the receipt of information from the bank regarding the return of the check as unpaid. ആ പേയ് എന്നെ അറിയിച്ചിട്ട് പറയാണ്, ധന്യ ഈ പൈസ റിട്ടേൺ ആയിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു നോട്ടീസ് തരുവാണ്. എന്നിട്ട് എന്നോടത്ത് ഡിമാൻഡ് ചെയ്യുവാണ്, ധന്യ മറ്റേ പറഞ്ഞ 10 lakh rupees അക്കൗണ്ടിൽ ഇല്ല, ഇന്ന കാരണം കൊണ്ട് ബാങ്ക് റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു നോട്ടീസ് തരുന്നു. വിതിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ബാങ്ക്. ബാങ്ക് എന്നാണോ റിജക്ട് ചെയ്തത് അന്നോട്ട് 30 daysനുള്ളിൽ എന്റെ അടുത്ത് പേയ് പറയാണ്, ധന്യ പറഞ്ഞ പൈസ ബാങ്കിലില്ല, ആ പറയുന്ന ചെക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഫെയിലിയർ ഓഫ് ദ ഡ്രോയർ ടു മേക്ക് ദ പേയ്മെന്റ്, ദ ഡ്രോയർ ഓഫ് സച്ച് ചെക്ക് ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെന്റ് ഓഫ് ദ സെഡ് amount of money to the pay or as a case may be to the holder in due course. ഒന്നെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനാകാം, അല്ലെങ്കിൽ പേയ്ക്കാകാം. വിതിൻ 15 days of the receipt of the set notice. സോ 30 daysനുള്ളിൽ അറിയിക്കുന്നു, ബാങ്കിന്റെ അടുത്തുനിന്ന് റിജക്ഷൻ കിട്ടി 30 daysനുള്ളിൽ അറിയിക്കുന്നു. അതുപോലെ 15 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന പേയ്മെന്റ് റെഡിയാക്കി എടുക്കുന്നില്ല, ആ കേസിൽ എന്ത് ചെയ്യും, എനിക്ക് പറയുന്ന പണിഷ്മെന്റ് അട്രാക്റ്റഡ് ആവും. ഈ പറയുന്ന 30 ദിവസമുള്ളിൽ എനിക്ക് നോട്ടീസ് കിട്ടുന്നു, 15 ദിവസം കൊണ്ട് ഞാൻ ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, എങ്കിൽ സെക്ഷൻ 138 എനിക്ക് അപ്ലൈ ചെയ്യൂല. എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഓഫൻസ് ആണ്. സോ ബേസിക്കലി ഓഫൻസ് എന്റെ തലയിലോട്ട് വരൂല, അതായത് ഇംപ്രസൺമെന്റും വരൂല, ട്വൈസ് എമൗണ്ട് എന്ന് പറയുന്ന സംഭവം വരൂല. സോ പേയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പേയ് എന്നെ അറിയിക്കണം. ബാങ്ക് ഇങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് തന്നിട്ടില്ല, എന്നെ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് വിതിൻ എ പീരീഡ് ഓഫ് 30 days. ഞാനത് അറിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്നെ അറിയിച്ച് 15 ദിവസത്തിനുള്ളിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. ക്ലിയർ ആണോ? സോ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 45 ആണ്. 30 days ഓഫ് നോട്ടീസ് പീരീഡ് പ്ലസ് 15 days ഓഫ് റെസീപ്റ്റ് ഓഫ് ദ സെറ്റ് നോട്ടീസ്. ഓക്കെ അല്ലേ? ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്.
ഓക്കെ, നേരത്തെ ഞാൻ ഹോൾഡർ ആരാ, ഹോൾഡർ ആൻഡ് ഡ്യൂപ്പോസ് ആരാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ സെക്ഷൻ 139 പ്രിസംഷൻ ഫേവർ ഓഫ് ഹോൾഡറിനെ പറ്റി പറയാണ്. ഒരു ചെക്ക് ഡിസോണേർഡ് ആയി കഴിയുമ്പോൾ ലോ പ്രിസ്യൂം ചെയ്യും അൺലെസ് എ കോൺട്രാറി ഈസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന് സംതിങ് എഗൻസ്റ്റ് പ്രൂവ് ചെയ്യുന്നിടം വരെ that the holder of a check received the check of the nature referred to under section 138 for the discharge. അപ്പോൾ ഡിസ്ചാർജിന് വേണ്ടി തന്നെയാണ് കിട്ടിയത്, ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓർ എനി ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി. ഡെറ്റ് കൊടുത്തു തീർക്കാനായിട്ടോ ലൈബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ടോ അതിനു വേണ്ടി തന്നെയാണ് ഈ ചെക്ക് ഒപ്റ്റെയിൻ ചെയ്തതെന്ന് പ്രിസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അൺലെസ് എ കോൺട്രാറി ഈസ് ബീൻ ഒപ്റ്റെയിൻ. സോ സെക്ഷൻ 139 പ്രകാരം ഒരു ഹോൾഡറിന് വേണ്ടി കിട്ടുന്ന പ്രിസംഷൻ എന്താണ്? സോ ഒരു ചെക്ക് ഡിസോണേർഡ് ആയി എന്ന് വിചാരിക്കുക. ലോ പ്രിസ്യൂം ചെയ്യുന്നത് എന്താണ്? ഒരു കോൺട്രാറി പ്രൂവ്ഡ് ആകുന്നിടം വരെ ലോ പ്രിസ്യൂം ചെയ്തത് ഹോൾഡറിന് ആ കിട്ടിയത് ദ ഹോൾഡർ ഓഫ് എ ചെക്ക് റിസീവ് ദ ചെക്ക് ഓഫ് ദ നേച്ചർ റെഫർ ടു അണ്ടർ സെക്ഷൻ 138. ഇപ്പൊ നമ്മൾ പറയില്ല ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കിട്ടിയില്ല, ആ ചെക്ക് കിട്ടിയത് ഫോർ ദ ഡിസ്ചാർജ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓർ എനി ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി. ഒരു ഡെറ്റ് കൊടുത്തു തീർക്കാനായിട്ടോ ഒരു ലൈബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ടോ തന്നെയാണ് ആ ചെക്ക് കിട്ടിയെന്ന് പ്രിസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹോൾഡർ ഡ്യൂപ്പോസ് അവിടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എന്താന്ന് പറയുന്നില്ല ക്ലിയർ ആയിട്ട്. സോ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ ആണോ? ഒരിക്കലും പ്രോസിക്യൂഷന്റെ അടിയിൽ ഇത് ഒരു ഡിഫൻസ് ആക്കി എടുക്കരുത്. അതായത് 140 പറയുന്ന ഇത്രേ ഉള്ളൂ, ഒരിക്കലും ഡ്രോയർ ഒരു ഡിഫൻസ് ആക്കി എടുക്കരുത്. അതായത് മറ്റേ ഇത് എനിക്ക് അറിയില്ലായിരുന്നു, മറ്റേ ചെക്ക് മറ്റേ ഹി ഹാഡ് നോ റീസൺ ടു ബിലീവ് ദാറ്റ് ഹി ഇഷ്യൂ ദ ചെക്ക് ദാറ്റ് ദ ചെക്ക് മേ ബി ഡിസോണേർഡ് ഓൺ പ്രസന്റ്മെന്റ് ഓഫ് ദ റീസൺ സ്റ്റേറ്റഡ് ഇൻ ദാറ്റ് സെക്ഷൻ. അതായത് ഒരു നമ്മൾ പറയത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡിഫൻസ് എടുക്കുക എന്ന് പറയില്ലേ, ആ ഡിഫൻസ് ഒരിക്കലും എടുക്കാനായിട്ട് ആക്ട് അലൗ ചെയ്യുന്നില്ല. അതാണ് 140 പറയുന്നത്. ഡിഫൻസ് വിച്ച് മേ നോട്ട് ബി അലൗഡ് ഇൻ എനി പ്രോസിക്യൂഷൻ അണ്ടർ സെക്ഷൻ 138. അത് ഡ്രോയറിന് ഒരിക്കലും ഫോർ നോ റീസൺ ഹി ക്യാൻ സേ ദാറ്റ് it shall not be a defense in prosecution of an offense under section 138 that the drawer had no reason to believe that when he issued the check may be dishonored. അതൊരു ഡിഫൻസ് ആക്കി ഒരിക്കലും എടുക്കരുത്. ക്ലിയർ ആണോ? Okay, now this is another area which students find it a bit difficult. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ഒരു ഏരിയ. പ്രസന്റ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, കീപ് മാർക്കിംഗ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്റെ കൂടെ അങ്ങ് വായിച്ചു പോയാൽ മതി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേബിൾ ആഫ്റ്റർ സൈറ്റ് കണ്ടതിന് ശേഷമാണ് മസ്റ്റ് ബി പ്രസന്റഡ് ടു ദ ഡ്രോയി ദെയർ ഓഫ് ഫോർ അക്സെപ്റ്റൻസ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആഫ്റ്റർ സൈറ്റിന് ശേഷം പ്രസന്റ് ചെയ്തിരിക്കണം. ആർക്ക്? ഡ്രോയിക്ക്. ദെയർ ഓഫ് ഫോർ അക്സെപ്റ്റൻസ്, ഡ്രോയിക്ക് ആക്സെപ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ബൈ എ പേഴ്സൺ എൻടൈറ്റിൽഡ് ടു ഡിമാൻഡ് acceptance within a reasonable time after it is done and in business hours on a business day. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടതിന് ശേഷം എപ്പോഴും അത് ഡ്രോയിക്ക് പ്രസന്റ് ചെയ്തിരിക്കണം. മറ്റേ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസണബിൾ ടൈമിനുള്ളിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ബിസിനസ് അവേഴ്സിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ബിസിനസ് ഡേയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആഫ്റ്റർ സൈറ്റ് മസ്റ്റ് ബി പ്രസന്റഡ് ടു ദ ഡ്രോയി ഫോർ acceptance within a reasonable time on a business day during the business hours. Okay അല്ലേ? പ്രസന്റ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, അവിടെയാണ് ട്വിസ്റ്റ്. പ്രസന്റ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, ഡിഫോൾട്ട് വരുത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, no party thereto is liable thereon to the person making such a default. അപ്പം പ്രസന്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡിഫോൾട്ടിന് ലൈബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദ ഡ്രോയി കനോട്ട് ആഫ്റ്റർ റീസണബിൾ സെർച്ച് ബി ഫോണ്ട് ദ ബിൽ ഇസ് ഡിസോണേർഡ്. അപ്പൊ ഡ്രോയിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെ ഡിസോണേർഡ് ആയിട്ട് കാണും. ഇഫ് ദ ബിൽ ഇസ് ഡയറക്റ്റഡ് ടു ദ ഡ്രോയി അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ഇറ്റ് മസ്റ്റ് ബി പ്രസന്റഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. ഡ്രോയിയോട് പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ്, ഡയറക്ഷൻ കൊടുത്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ പ്ലേസിൽ തന്നെ പ്രസന്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇഫ് അറ്റ് ദ ഡ്യൂ ഡേറ്റ് ഫോർ പ്രസന്റ്മെന്റ് he cannot be after reasonable search be found, it is still dishonored. റീസണബിൾ പ്ലേസിലോട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസണബിൾ പ്ലേസിൽ തന്നെ ചെയ്യുക. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസോണർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടം വരെ ഓക്കെ അല്ലേ? ഈ ഒരു ഏരിയ യൂഷ്വലി ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇസ് ദിസ് പാർട്ട് ഓക്കെ? പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ്.
ഇത് നമ്മൾ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കാര്യമാണ്. BOE, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ആഫ്റ്റർ സൈറ്റിന്റെ കാര്യമാണ്. അടുത്തത് പ്രസന്റ്മെന്റ് ഓഫ് പ്രോമിസറി നോട്ട് ഫോർ സൈറ്റ്. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കഴിഞ്ഞു, നെക്സ്റ്റ് ഇസ് പ്രോമിസറി നോട്ട്. ഞാൻ ഈ നോട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ യു ക്യാൻ ആക്ച്വലി നോട്ട് ഡൗൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. A promissory note payable at a certain period after sight must be presented to the maker thereof for sight by a person entitled to demand the payment. ആരാണോ പേയ്മെന്റ് ഡിമാൻഡ് ചെയ്യുന്നത്, ഒരു പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ഇറ്റ് ഓൾസോ ഹാസ്, അത് ആഫ്റ്റർ സൈറ്റിന് ശേഷം, കണ്ടതിന് ശേഷം എന്ത് ചെയ്തിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി പ്രസന്റഡ് ടു ദ മേക്കർ ബൈ എ പേഴ്സൺ എൻറ്റൈറ്റിൽ ടു ഡിമാൻഡ് ദ പേയ്മെന്റ്. ആരാണോ മറ്റേ പേയ്മെന്റ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വിതിൻ എ റീസണബിൾ ടൈം ആഫ്റ്റർ ഇറ്റ് ഇസ് മെയ്ഡ് ആൻഡ് ദ ബിസിനസ് അവേഴ്സ് ഓൺ എ ബിസിനസ് ഡേ. ഒരു ബിസിനസ് അവേഴ്സിൽ, ബിസിനസ് ഡേയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിരിക്കണം. സോ പ്രോമിസ് നോട്ട് ഒന്നുകൂടെ നോക്കാം. ഒരു പ്രോമിസറി നോട്ട് ആഫ്റ്റർ സൈറ്റിന് ശേഷം ആർക്കാണോ ആ പറയുന്ന പ്രോമിസ് നോട്ടിൽ നിന്ന് പേയ്മെന്റ് കിട്ടേണ്ടത്, ഹൂ ഇസ് എൻറ്റൈറ്റിൽ ടു ഡിമാൻഡ് ഫോർ പേയ്മെന്റ്, ദ must be presented to the maker thereof for sight by a person entitled to demand payment within a reasonable time. അയാൾ within the reasonable time പ്രസന്റ് ചെയ്തിരിക്കണം. മറ്റേതുപോലെ തന്നെ ബിസിനസ് അവേഴ്സിൽ പ്രസന്റ് ചെയ്തിരിക്കണം, ബിസിനസ് ഡേയിൽ പ്രസന്റ് ചെയ്തിരിക്കണം. ഡിഫോൾട്ട് ഓഫ് സച്ച് പ്രസന്റ്മെന്റ്, നോ പാർട്ടി ഈസ് ലയബിൾ thereto to the person making such default. ആരാണോ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്നത്, നോ പാർട്ടി ഈസ് ലയബിൾ ഫോർ സച്ച് ഡിഫോൾട്ട്. ക്ലിയർ ആണോ? പ്രോമിസറി നോട്ടിന്റെ കാര്യം ക്ലിയർ ആണോ? Can we go ahead? Okay. Draw is time for deliberation. The holder must, നമുക്ക് ഹോൾഡർ എന്താന്ന് പറയാം. The holder must, if so required by the drawee of a bill of exchange presented to him for acceptance, allow drawee 48 hours. So holder must, if so required by the drawee of a bill of exchange. Bill of exchange drawee റിക്വസ്റ്റ് ചെയ്യുവാണ്, എനിക്ക് 48 മണിക്കൂറും കൂടെ തരണം, എക്സ്ക്ലൂസീവ് ഓഫ് പബ്ലിക് ഹോളിഡേസ്, ടു കൺസിഡർ വെദർ ഹി വിൽ accept it. എക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ഓർത്താൽ മതി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ഡ്രോയി പറയുവാണ്, ഹോൾഡറിനോട് പറയാണ്, സി ഐ നീഡ് 48 hours ടു തിങ്ക്, ടു അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ, എക്സ്ക്ലൂഡിങ് ദോസ് പബ്ലിക് ഹോളിഡേസ്. 48 hours കൂടെ വേണം എന്ന് പറഞ്ഞാൽ ഹോൾഡർ ആ 48 മണിക്കൂർ ഡ്രോയി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കണം. സോ ദ ഹോൾഡർ മസ്റ്റ്, ഇഫ് സോ റിക്വയർഡ് ബൈ ദ ഡ്രോയി, എപ്പോഴും കൊടുക്കണം എന്നല്ല, ഡ്രോയി റിക്വസ്റ്റ് ചെയ്യുവാണ്, ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രസന്റ് ടു ഹിം ഫോർ അക്സെപ്റ്റൻസ്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രസന്റ് ചെയ്തു അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്. സോ ഡ്രോയി പറയുവാണ്, എനിക്ക് 48 മണിക്കൂറും കൂടെ വേണം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്ക്ലൂഡിംഗ് ദ പബ്ലിക് ഹോളിഡേ. ഹോൾഡർ അത് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, മറ്റേത് പറഞ്ഞതിനെ കുറച്ചും കൂടി ഷോർട്ട് ആയിട്ട് പറയുന്നു. അഗൈൻ എല്ലാം കൂടെ കോമൺ ആയിട്ട് പറയാണ്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് എല്ലാം മസ്റ്റ് ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആണ് ടു ദ മേക്കർ, എക്സെപ്റ്റർ ഓർ ഡ്രോയി. പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അത് മേക്കറിനാകാം, എക്സെപ്റ്ററിനാകാം, ഡ്രോയി ആകാം. ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾഡർ ആസ് ഇൻ ഹിയർ ഇൻ ആഫ്റ്റർ പ്രൊവൈഡഡ്. അത് പ്രസന്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ whoever are the other parties, they will not be liable thereon to such holder. So ഞാൻ ഒന്നുകൂടെ പറയാം, പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, അത് പേയ്മെന്റിന് പ്രസന്റ് മസ്റ്റ് ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ടു ദ മേക്കർ. ഒന്നുകിൽ മേക്കറിനോ അക്സെപ്റ്ററിനോ ഡ്രോയിക്കോ പ്രസന്റ് ചെയ്തിരിക്കണം. ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾഡർ ആകാം. ഡിഫോൾട്ട് ഓഫ് സച്ച് പ്രസന്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ അതർ പാർട്ടീസ് thereto are not liable thereon to such holder. ബാക്കി പാർട്ടീസ് ഹോൾഡറിന് ലയബിൾ ആയിരിക്കില്ല. ക്ലിയർ ആണോ? Can we go ahead?
കഴിഞ്ഞോ? മുന്നോട്ട് പോട്ടെ. This is a very important thing. Mark ചെയ്തോണേ. Where a promissory note is payable on demand and it is not payable at a specified place, no presentment is necessary in order to charge the maker thereof. ഒരു പ്രോമിസറി നോട്ട് പേയബിൾ ഓൺ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ, സ്പെസിഫൈഡ് പ്ലേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അത് പ്രസന്റ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാം. നോ പ്രസന്റ്മെന്റ് ഇസ് നെസസറി ഇൻ ഓർഡർ ടു ചാർജ് ദ മേക്കർ thereof, provided the promissory note is payable on demand and no place is specified. Okay le? അടുത്തത് hours for payment. ചെറിയ കാര്യങ്ങൾ. Presentment for payment must be made during the business hours and if it is a bankers within the banking hours. അത് ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് അവേഴ്സും, അല്ലാത്ത കേസിൽ ഇറ്റ് ഷുഡ് ബി ബിസിനസ് അവേഴ്സ്. അതായത് പ്രോമിസറി നോട്ട് ആണെങ്കിലും ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ബിസിനസ് അവേഴ്സിൽ ചെയ്യുക. ചെക്ക് ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ഡ്യൂറിംഗ് ദ ബാങ്കിങ് അവേഴ്സ്. അടുത്തത് presentment for payment of instrument payable after the date or site. A promise note ആയിക്കോട്ടെ, bill of exchange ആയിക്കോട്ടെ, made payable at a specified period after date or site, it must be presented for payment at the maturity. So അത് പ്രസന്റ് ചെയ്യേണ്ടത് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ആണ്. ഒന്നുകൂടെ നോക്കണം. പ്രോമിസറി നോട്ട് ആണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെയ്ഡ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പീരിയഡ്. ഒരു സ്പെസിഫൈഡ് പീരിയഡ് ആണ് പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ ഡേറ്റ് ഓർ ആഫ്റ്റർ സൈറ്റ് must be presented for payment at maturity. So മറ്റേ പേയ്മെന്റ് വേണ്ടി പ്രസന്റ് ചെയ്യേണ്ടത് മെച്യൂരിറ്റിയുടെ സമയത്താണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതുപോലെ ഇതേ സംഭവം പ്രോമിസറി നോട്ടിന്റെ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഡെറ്റർ കൊടുക്കുന്ന പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പ്രോമിസറി നോട്ട് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെന്റ്സ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ഓൺ ദ തേർഡ് ഡേ ആഫ്റ്റർ ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ പേയ്മെന്റ്. After the third day fixed for the payment of each installment, and non-payment on such presentment has the same effect as non-payment of a note at maturity. So installment ആയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ ആ ഇൻസ്റ്റാൾമെന്റിന്റെ ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തേർഡ് ഡേ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ പ്രോമിസറി നോട്ട് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെന്റ് മസ്റ്റ് ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. സോ എപ്പോഴാണ് പേയ്മെന്റ് ചോദിക്കേണ്ടത്? ഓൺ ദ തേർഡ് ഡേ after the date fixed for the payment of each installment. So ഇന്നാണ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഇറ്റ് ഇസ് 29, 30, 31 and 1st. And non-payment on such presentment, ആ പറയുന്ന ഡേയിൽ പൈസ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇറ്റ് ഹാസ് എ സെയിം എഫക്ട് ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് എ നോട്ട് അറ്റ് മെച്യൂരിറ്റി. കറക്റ്റ് മെച്യൂരിറ്റി ഡേറ്റിൽ തരാതിരിക്കുമ്പോൾ ഒരു ഡിഫോൾട്ട് വരുത്തിയതായിട്ട് കാണൂലേ? അപ്പൊ ഇൻസ്റ്റാൾമെന്റിനകത്തും ഇങ്ങനെ തേർഡ് ഡേ ആയിട്ട് ആ പറഞ്ഞ തേർഡ് ഡേ ഫിക്സ്ഡ് പേയ്മെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി പീരീഡിൽ തരാതിരിക്കുന്നതിന് തുല്യമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ ഇൻസ്റ്റാൾമെന്റ് പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസന്റ്മെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ്. എടാ സ്പെസിഫൈഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പ്ലേസ് തന്നെ കൊടുത്തിരിക്കണം. ആ ഹെഡിംഗിൽ തന്നെ കിട്ടും. സെയിം സംഭവം. ആ പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് മെയ്ഡ്, ഡ്രോൺ ഓർ അക്സെപ്റ്റഡ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ് ആൻഡ് നോട്ട് എൽസ്വെയർ മസ്റ്റ് ഇൻ ഓർഡർ ടു ചാർജ് എനി പാർട്ടി ദെയർ ടു ബി പ്രസന്റഡ് ഫോർ പേയ്മെന്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. ആ ഹെഡിംഗിൽ തന്നെ കിട്ടും. ഒരു പ്രോമിസ് നോട്ടോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ചെക്കോ ആയിക്കോട്ടെ, അത് മേക്ക് ചെയ്തതോ ഡ്രോ ചെയ്തതോ ആക്സെപ്റ്റ് ചെയ്തതോ പേയബിൾ ആകുന്നതോ സ്പെസിഫൈഡ് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫൈഡ് പ്ലേസിൽ തന്നെ വേണം അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ഹെഡിംഗിൽ തന്നെ കിട്ടും. ഇൻസ്ട്രുമെന്റ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ്, സെയിം തിങ്. പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഡ്രോൺ, accepted payable at a specified place must in order to charge the maker or drawer be presented for payment at that particular place itself. Same thing തന്നെ പറയുന്നു. Yeah.
വീണ്ടും promissory note, bills of exchange not payable as mentioned under section 68 and 69. മോളി പറഞ്ഞ പ്രകാരമല്ല, must be payment for payment at the place of business or at the usual residence of the maker, drawee or acceptance. മോളി പറഞ്ഞ കേസ് അല്ലാതെ വരാൻ നേരത്ത് ബിസിനസ്, പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ ബിസിനസ് നടക്കുന്നത്, അല്ലെങ്കിൽ റെസിഡൻസ് എവിടെയാണോ ബിസിനസ് നടക്കുന്നത് അവിടെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വൽ റെസിഡൻസ് എവിടെയാണോ ഓഫ് ദ മേക്കർ, ഡ്രോയി ഓർ acceptor അവിടെ പ്രസന്റ് ചെയ്താലും മതി. I hope ഇവിടം വരെ ക്ലിയർ ആണ്. Can we go ahead? ഇനിയൊരു കേസ് വരും, പ്ലേസ് ഓഫ് ബിസിനസ്സും ഇല്ല, റെസിഡൻസും അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ മോളി പറഞ്ഞു 68 ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് പ്ലേസിൽ കൊടുക്കുക, മറ്റേതാണെങ്കിലും സ്പെസിഫൈഡ് പ്ലേസിൽ കൊടുക്കുക. 68-ലും 69-ലും അല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ പ്ലേസ് ഓഫ് ബിസിനസ് അവിടെ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ യൂഷ്വൽ റെസിഡൻസി കൊടുക്കുക. സോ പ്ലേസ് ഓഫ് ബിസിനസ്സും ഇല്ല, യൂഷ്വൽ റെസിഡൻസും ഇല്ല എന്നുള്ള ആൾക്കാരെ, നോർമൽ റെസിഡൻസ് ഏരിയ ഇല്ലാത്ത ആൾക്കാർക്ക് എവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും? വേറെവർ ഹി ക്യാൻ ബി ഫൗണ്ട്. സോ ഇങ്ങനെ presentment when maker has no known place of business or residence. അയാൾക്ക് ഒരു നോൺ പ്ലേസ് ഓഫ് ബിസിനസ്സും ഇല്ല, ഒരു റെസിഡൻസും ഇല്ലാത്ത കേസിൽ എവിടെയാണ് പ്രസന്റ്മെന്റ് നടത്തേണ്ടത്? വേറെവർ ഹി ക്യാൻ ബി ഫൗണ്ട്. അയാൾ എവിടെ കണ്ടുകിട്ടു അവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Presentment of cheque to charge the drawer. Subject to the provisions of section 84. 84 വായിച്ചതിന് ശേഷം a cheque must, in order to charge the drawer, ഡ്രോയറിനെ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, be presented at the bank upon which it is drawn before the relation between the drawer and his banker has been altered to the prejudice of the drawer. അപ്പൊ ഡ്രോയറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻ മാറുന്നതിന് മുന്നേ തന്നെ ആ ചെക്ക് പ്രസന്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഡ്രോയറും ബാങ്കറും തമ്മിലുള്ള ആ റിലേഷൻ മാറുന്നതിന് മുന്നേ തന്നെ ഡ്രോയറിനെ ലയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്തിരിക്കണം. ഓക്കെ. അതുപോലെ ചെക്ക് പ്രസന്റ് ചെയ്യാൻ നേരത്ത് it must be presented within a reasonable time after the delivery thereof by such person. റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ കേസ് ടു കേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തോന്നുമ്പോൾ പോയി ചെക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ള, ചെക്കിന് ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ ചെക്കിൽ മെൻഷൻ ചെയ്ത ഡേറ്റ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ 3 months വാലിഡിറ്റി ആയിരിക്കും ചെക്കിന്. സോ റീസണബിൾ ടൈം എന്നാണ് പറയുക. സോ റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷമൊന്നും അല്ല കേട്ടോ. Presentment of instrument payable on demand. ഒരു ഡിമാൻഡ് ഇൻസ്ട്രുമെന്റ് ആണെന്നുണ്ടെങ്കിൽ, subject to the provisions of section 31, and negotiable instruments payable on demand must be presented for a payment within a reasonable time after it is received by the holder. ഹോൾഡറിന് കിട്ടിയതിനു ശേഷം റീസണബിൾ ടൈമിനുള്ളിൽ അത് പ്രസന്റ് ചെയ്തിരിക്കണം. ഈ 71, 72, 73, 74, any particular 71 to 74, do you need any kind of explanation? Kind of connect ചെയ്ത് പോകുന്നതാണ്. 75 ആണ് കുറച്ച് ഡിഫറെന്റ്. Anything that you want to get repeated? 71, 72, 73 or 74? Clear? Okay. Presentment. Okay. Presentment by or to the agent, representative of the deceased or assignee of an insolvent. Deceased in case la representative no, insolvency in case la assignee ko, or to the agent. Presentment for acceptance or payment may be paid to the duly authorized agent. Payment നമുക്ക് ഒന്നെങ്കിൽ duly authorized agent of the drawer no, maker no, acceptor no കൊടുക്കാം. Or where the drawee maker or acceptor has died, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം? ലീഗൽ റെപ്രസെന്റേറ്റീവിന് കൊടുക്കാം. ഇൻസോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം? അസൈനിക്ക് കൊടുക്കാം. സോ പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസിനോ പേയ്മെന്റോ എങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും? ഒന്നെങ്കിൽ ഡ്യൂലി ഓതറൈസ്ഡ് ഏജന്റ് ഓഫ് ഡ്രോയി മേക്കർ അക്സെപ്റ്റർ, അല്ലെങ്കിൽ ഡ്രോയി മേക്കർ അക്സെപ്റ്റർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്, ഇൻസോൾവെന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അസൈനി. സോ ഐദർ പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ പേയ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ടു ദ ഡ്യൂലി ഓതറൈസ്ഡ് ഏജന്റ് ഓഫ് ദ മേക്കർ, ഡ്രോയി ഓർ അക്സെപ്റ്റർ. അല്ല മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്, ഇല്ല ഇൻസോൾവെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസൈനി. അതുപോലെ ഡിലേ വരാൻ ചാൻസ് ഇല്ലേ? Delay in presentment for acceptance or payment is excused if the delay is caused by circumstances beyond the control of the holder and not imputable to his default, misconduct or negligence. മനഃപൂർവ്വം വന്ന ഒരു ഡിലേ അല്ല പ്രസന്റ്മെന്റിന്, ഒരു സംതിങ് വിച്ച് വാസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ, അയാളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു ഇതല്ല. അപ്പോൾ അങ്ങനെയാണെന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കും ഡിലേ. സോ ഹോൾഡറിന്റെ പ്രസന്റ്മെന്റ് ഇന്ന ടൈമിൽ, സ്പെസിഫൈഡ് ടൈമിൽ ചെയ്തിരിക്കണം. ഇങ്ങനെ നമ്മളിപ്പോൾ കുറേ പ്രൊവിഷൻസ് പഠിച്ചിട്ടില്ലേ, ആ പറയുന്ന ടൈമിനുള്ളിൽ പ്രസന്റ്മെന്റ് നടത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക, പ്രശ്നമൊന്നുമില്ല. ഇഫ് ഇറ്റ് ഇസ് കോസ്റ്റ് സംതിങ്
ഫോർ എ റീസൺ സംതിങ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഹോൾഡർ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും അയാളുടെ മിസ്കണ്ടക്റ്റോ നെഗ്ലിജൻസോ റീസൺ വെച്ച് ആവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. When presentment is unnecessary. Now mark, this is important. When presentment is unnecessary. നോക്കാം. No presentment for payment is necessary and the instrument is dishonored at the due date for presentment in any of the following cases. ഒന്നുകൂടെ വായിക്കണം. No presentment for payment is necessary. Presentment mandatory അല്ലാത്ത കേസുകൾ and the instrument is dishonored. Instrument dishonored ആയിപ്പോയി at the due date for presentment. ആ due date വന്ന സമയത്ത് instrument dishonored ആയിപ്പോയി in any of the following cases. Number 1, if the maker, drawee or acceptor intentionally prevents the presentment of the instrument. അത് മേക്കർ ആയിക്കോട്ടെ, ഡ്രോയി ആയിക്കോട്ടെ, അക്സെപ്റ്റർ ആയിക്കോട്ടെ, മനഃപൂർവ്വം പ്രിവെന്റ് ചെയ്തു പ്രസന്റ്മെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. Or if the instrument being payable at his place of business, he closes such places on a business day during the business hours. അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ തരാൻ വേണ്ടി പറഞ്ഞു, ബിസിനസ് ഡേയിൽ ബിസിനസ് അവേഴ്സിൽ അത് ക്ലോസ്ഡ് ആയി കിടക്കുമായിരുന്നു. അതുകൊണ്ട് പ്രസന്റ്മെന്റ് നടന്നിട്ടില്ല. If the instrument being payable at some other specified place, neither he nor any person authorized to pay it intends at such place during the usual business hours. Instrument present ചെയ്യേണ്ടത് വേറൊരു സ്ഥലത്തായിരുന്നു. Neither അയാളോ or any person authorized to pay, whoever was authorized to pay, it attends at such place during the usual business hours. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവിടെ ഇല്ലായിരുന്നു. അയാളോ അയാളുടെ ഏജന്റോ മറ്റേ യൂഷ്വൽ ബിസിനസ് സ്ഥലം അല്ല പറഞ്ഞത്, വേറൊരു സ്ഥലമാണ് പറഞ്ഞത്. അയാളോ അയാളുടെ ഏജന്റോ ആ പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് പ്രസന്റ്മെന്റ് നടന്നിട്ടില്ല. ഇഫ് ദ ഇൻസ്ട്രുമെന്റ് നോട്ട് ബീങ് പേബിൾ അറ്റ് എനി സ്പെസിഫൈഡ് പ്ലേസ്, ഒരു സ്പെസിഫൈഡ് പ്ലേസിലോ അല്ല മറ്റേ പ്രസന്റ്മെന്റ് നടക്കേണ്ടത്. ഹി കനോട്ട് ആഫ്റ്റർ ഡ്യൂ സെർച്ച് ബി ഫൗണ്ട്. ഒരു സ്ഥലമല്ല, പക്ഷെ അയാൾ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ 4 കേസസ് ഉണ്ട്. ഒന്ന്, മേക്കറോ ഡ്രോയിയോ ആക്സെപ്റ്ററോ മനഃപൂർവ്വം പ്രിവെന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ്, അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് പറയുന്നു. പ്ലേസ് ഓഫ് ബിസിനസ്സിൽ എത്തിയപ്പോൾ ആ മറ്റേ യൂഷ്വൽ ബിസിനസ് അവേഴ്സിൽ യൂഷ്വൽ ബിസിനസ് ഡേയിൽ അയാൾ അവൈലബിൾ അല്ല. അയാൾ വേറൊരു സ്ഥലം പറയുന്നു. അയാളോ അയാളുടെ ഏജന്റോ ആ പറയുന്ന സ്ഥലത്ത് വന്നിട്ടില്ല. അയാൾ ഒരു സ്ഥലവും പറയുന്നില്ല, പക്ഷെ അയാളെ റീസണബിളി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ കേസിലൊന്നും presentment for payment is not necessary. ആ ഫസ്റ്റ് ലൈൻ വായിക്കണം. No presentment for the payment is necessary. ABCD cases. ക്ലിയർ ആണോ? പിന്നെ ഇതിനകത്ത് നോക്കേണ്ടത് സെക്ഷൻ 77, I think 1 or 2 times they've asked. I cannot say it is very important. 1 or 2 times ചോദിച്ചിട്ടുണ്ട്. Liability of the banker for negligently dealing with the bill presented for payment. ബാങ്കറിന്റെ നെഗ്ലിജൻസ് ആണ്, ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. When a bill of exchange accepted payable at a specified bank, ഒരു bill of exchange accept ചെയ്തു, അത് payable ആകുന്ന ഒരു specified ബാങ്കിലാണ്. Has been duly presented there for payment, ആ ബാങ്കിൽ കൊണ്ട് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചോദിക്കുന്നു. And dishonored, ബാങ്ക് അത് ഡിസോണർ ചെയ്യുന്നു. If the banker so negligently or improperly keeps or deals with or delivers back such bill as to cause loss to the holder. ബാങ്കറിന്റെ പ്രശ്നം കാരണം ബാങ്കർ നെഗ്ലിജന്റ് ആയിട്ട് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ട് അത് കീപ്പ് ചെയ്തു. ഡീൽസ് വിത്ത് ഓർ ഡെലിവേഴ്സ് ബാക്ക് സച്ച് ബിൽ ആസ് ടു കോസ് ലോസ് ടു ദ ഹോൾഡർ. അതൊന്നെങ്കിൽ കൈവച്ചോണ്ടിരുന്നു അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തപ്പോൾ ഹോൾഡറിനൊരു നഷ്ടം സംഭവിക്കുന്നു. ഹി മസ്റ്റ് കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഫോർ സച്ച് ലോസ്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് കറക്റ്റ് ആയിട്ട് മറ്റേ അക്സെപ്റ്റ് ചെയ്തു, വിച്ച് ഇസ് പേബിൾ അറ്റ് എ സ്പെസിഫൈഡ് ബാങ്ക് കറക്റ്റ് ആയിട്ട് കൊണ്ട് പ്രസന്റ് ചെയ്തു. ബാങ്കിന്റെ നെഗ്ലിജൻസ് കാരണമോ ബാങ്ക് അത് കൈവച്ചു, ബാങ്ക് അത് തിരിച്ച് ഡെലിവറി ചെയ്യുമ്പോൾ ഹോൾഡറിനൊരു നഷ്ടം സംഭവിക്കുന്നു. ആ കേസിൽ എന്ത് നഷ്ടമാണോ ഹോൾഡറിന് സംഭവിച്ചത് അത് ബാങ്ക് തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം ഫോർ എനി സച്ച് ലോസ് കോസ്റ്റ്. ക്ലിയർ ആണോ?
Can we go ahead? The last one, rules of compensation. The compensation payable in case of dishonor, or the promissory note dishonored agumbalo, bills of exchange dishonored agumbalo, check dishonored agumbalo with the compensation. The compensation payable in case of dishonor of promissory note, bills of exchange or check by any party liable to the holder or any endorsee shall be determined by the following rules. Third parana rules pragaram promissory note, bills of exchange, check dishonored agumba compensation kodukkanathu. Number 1, the holder is entitled to the amount due upon the instrument. In the instrument at the amount ano edi vechirikkunnathu aa paisa kittanayittu holder entitled aanu, together with the expenses properly incurred in presenting, noting and protesting it. Noting, protesting arayilla, advocate nammal notary kettille. So basically notary eduthu poi nammal we'll note it, we'll protest it. So basically that's what you call noting and protesting. So holder na or instrument natha avakashapetta korchu paisa undakkum. He is entitled to that amount. On top of that aa parayna instrument note cheyanayitto, protest cheyanayitto, present cheyanayitto, ഹോൾഡറിന് എന്തൊക്കെ എക്സ്പെൻസസ് ഇൻകേർഡ് ആയിട്ടുണ്ടോ അപ്പാർട്ട് ഫ്രം വാട്ട് എവർ എമൗണ്ട് ഇസ് മെൻഷൻ ഇൻ ദി ഇൻസ്ട്രുമെന്റ് ആ എക്സ്പെൻസും കൂടെ അയാൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. റൂൾസ് ഓഫ് കോമ്പൻസേഷൻ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, വെൻ ദ പേഴ്സൺ ചാർജ് റിസൈഡ്സ് അറ്റ് എ പ്ലേസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് അറ്റ് വിച്ച് ദ ഇൻസ്ട്രുമെന്റ് വാസ് പേയബിൾ. ഇൻസ്ട്രുമെന്റ് പേയബിൾ ആവുന്ന ഒരു സ്ഥലത്തല്ല അയാൾ ഉണ്ടായിരുന്നത്. ദ ഹോൾഡർ ഇസ് എൻടൈറ്റിൽഡ് ടു റിസീവ് സച്ച് സം അറ്റ് ദ കറന്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു പ്ലേസസ്. അതായത് പേയ്മെന്റ് കിട്ടേണ്ട സമയത്ത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു സ്ഥലത്തായിരുന്നു എങ്കിൽ നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ച് ഒരു റേറ്റ് ഉണ്ടാവില്ലേ. സോ കറന്റ് റേറ്റ് എന്താണോ ആ കറന്റ് റേറ്റിനനുസരിച്ചായിരിക്കും അയാൾക്ക് ആ പേയ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നത്. രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. സോ വാട്ട് ഇസ് എ പ്രസന്റ് റേറ്റ്, ആ പ്രസന്റ് റേറ്റ് ആയിരിക്കും അയാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് എൻഡോസർ who being liable has paid the amount due on the same is entitled to amount so paid with an interest at the rate of 18% per annum from the date payment until the tender or realization thereof, together with all expenses caused by the dishonor and payment. അപ്പോൾ ഈ എൻഡോസറിന് എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും at the rate of 18% per annum, എമൗണ്ട് ഡ്യൂവിന്റെ മുകളിൽ കിട്ടും. അത് കൂടാതെ വാട്ട് എവർ എക്സ്പെൻസസ് he has incurred അതും അയാൾക്ക് കിട്ടും. അടുത്തത്, when the person charge and such endorser reside at different places. നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ ചാർജും എൻഡോസറും രണ്ടും രണ്ട് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ the endorser is entitled to receive such amount at the current rate of exchange between the two places. നേരത്തെ പറഞ്ഞ പോലെ എന്താണോ ഇപ്പോഴത്തെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, ആ റേറ്റിലായിരിക്കും അയാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. Same സംഭവം. The party entitled to compensation may draw a bill upon the party liable to compensate him. ഒരു ബില്ല് ഡ്രോ ചെയ്യാം, പേയബിൾ അറ്റ് സൈറ്റ് ഓർ ഓൺ ഡിമാൻഡ്. അത് പേയബിൾ അറ്റ് സൈറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഡ്രോ ചെയ്യാം, ഓൺ ഡിമാൻഡ് ആണെങ്കിലും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാം. For the amount due to him, അയാൾക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി ബില്ല് ഡ്രോ ചെയ്യാം, ടുഗെദർ വിത്ത് ഓൾ എക്സ്പെൻസസ് പ്രോപ്പർലി ഇൻകേർഡ് ബൈ ഹിം. സോ ബില്ല് ഡ്രോ ചെയ്യുന്ന സമയത്ത് അയാളുടെ എമൗണ്ട് ഡ്യൂ എത്രയാണോ, ടുഗെദർ വിത്ത് ഓൾ ദി എക്സ്പെൻസസ്, അയാൾക്ക് കിട്ടാൻ അവകാശമുള്ള എല്ലാ സംഭവത്തിനും അയാൾക്ക് ഒരു ബില്ല് ഡ്രോ ചെയ്യാം, വിച്ച് ഇസ് പേയബിൾ ഐദർ അറ്റ് സൈറ്റ് ഓർ ഓൺ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ അയാൾക്ക് ഡ്രോ ചെയ്യാം. സച്ച് ബിൽ മസ്റ്റ് ബി അക്കംപനീഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ് ഡിസോണേർഡ് ആൻഡ് ദ പ്രൊട്ടസ്റ്റ് ദെയർ ഓഫ്. എന്താണോ ഏതോ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസോണേർഡ് ആയതുകൊണ്ടല്ലേ അയാൾ ഈ എക്സ്പെൻസും ഏതെങ്കിലും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസ് നോട്ടോ, ചെക്കോ ഡിസോണേർഡ് ആയതുകൊണ്ടായിരിക്കൂലേ അയാൾ ഈ പറയുന്ന ബില്ല് രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്തിട്ട് വിത്ത് എക്സ്പെൻസ് തരണം എന്ന് പറയുന്നത്. ഡിസോണേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ആൻഡ് ദ പ്രൊട്ടസ്റ്റ് ദെയർ ഓഫ്, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും. ഇഫ് സച്ച് ബിൽ ഇസ് ഡിസോണേർഡ്, ദ പാർട്ടി ഡിസോണേർഡ് ഇൻ ദ സെയിം ഇസ് ലയബിൾ ടു മേക്ക് കോമ്പൻസേഷൻ ദെയർ ഓഫ് ഇൻ ദ സെയിം മാനർ ആസ് ഇൻ ദ കേസ് ഓഫ് ദ ഒറിജിനൽ ബിൽ. അപ്പൊ ഈ ബില്ല് ഡിസോണേർഡ് ആകുമ്പോൾ ഒറിജിനൽ ബില്ലിന്റെ കേസിൽ ഒരു കോമ്പൻസേഷൻ കിട്ടൂലേ, സെയിം രീതിയിൽ ഇവിടെയും ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ റൂൾസ് ഓഫ് കോമ്പൻസേഷൻ? Okay, now I'll give you a very small tip. നമുക്ക് ഇനി ഒരു MTP സീരീസും കൂടെ ഉണ്ട്, but still I'm telling, I don't know how many for attending MTP live. So just ഒരു ചെറിയ ടിപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം, ഇതിപ്പോ ടോട്ടൽ നമ്മൾ എടുക്കുവാണെങ്കിൽ 2 hour സെഷൻ ആണ്. അതായത് എക്സ്ക്ലൂഡിങ് ദ ബ്രേക്ക് നോക്കുവാണെങ്കിൽ 1 hour 45 minutes ഒക്കെയാണ് സെഷൻസ് വരിക. നിങ്ങൾ നാളെ തൊട്ടിട്ട് 20 minutes വെച്ചിട്ട് ഒരു 3 to 4 days ഈ സെഷൻ കാണുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 20 minutes വെച്ചിട്ട് കാണുക. ദാറ്റ് ലൈറ്റ്സ് ഒറ്റയടിക്ക് 2 hours കാണണ്ട, ഒരു 20 minutes പിന്നെ 20 minutes. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ കുറച്ചത് എനിക്കറിയാം, ഇറ്റ്സ് ഓക്കെ.
20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക് കിട്ടുന്നുണ്ടോ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ബുക്ക് ക്വസ്റ്റൻ എടുത്തിട്ട് നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് എടുക്കണം. സോ ബിക്കോസ് അതിനേക്കാളും ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ചോദിക്കാൻ പോകുന്നില്ല. വാട്ട് എവർ ഇസ് ഗിവൺ ഇൻ ദ വർക്ക് ബുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻ വരിക. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള RTP MTP വി ഹാവ് ഡിസ്കസ്ഡ്. നോ വാട്ട് യു ഹാവ് ടു ഡു, ഈ തവണത്തെ RTP MTP ഐ ഹാവ് ഡിസ്കസ്ഡ്. ആ RTP MTPയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിനകത്തെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റൻ ആണോ വന്നേക്കുന്നത് ആ ക്വസ്റ്റൻ ചെയ്യണം വർക്ക് ബുക്ക് കൂടാതെ. സിമിലർലി തൊട്ട് മുന്നത്തെ RTP MTP ഐ തിങ്ക് വൺ വാസ് ഡിസ്കസ് ബൈ മീ ആൻഡ് ദി അതേഴ്സ് ബൈ ഡിസ്കസ് ബൈ മുസമിൽ സർ. അതും നിങ്ങൾ ആ വീഡിയോ കാണുക. അതായത് പ്രസന്റ് RTP MTPക്ക് മാത്രമല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, പ്രീവിയസ് RTP MTPയും കൊടുക്കണം. കാരണം അതിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റൻസ് വരും. സോ നെഗോഷ്യബിളിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്നേക്കുന്നതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മോർ ദൻ എനഫ് ടു സ്കോർ ഒരു 12 to 14 മാർക്സ്. അത്രയും വെയിറ്റേജ് ഇതിനകത്ത് വരും. 12 to 14 മാർക്സ് എന്തായാലും വരും. സോ ദാറ്റ് വെയിറ്റേജ്, ദാറ്റ് മാർക്സ് യു കെൻ ഈസിലി ഗെറ്റ്. അപ്പോൾ ഓർത്തോണം, തൊട്ട് മുന്നത്തെ RTP MTPക്ക് എന്താണ് വന്നത്? 3 MTPs were the last time plus RTP. ഈ തവണത്തെ RTP and 2 MTPs. So once you watch 20 minutes വെച്ച് കാണാം. ആ 20 minutes റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ക്വസ്റ്റൻസ് വർക്ക് ബുക്കിലുണ്ടോ, എന്തൊക്കെ ക്വസ്റ്റൻ RTP and MTP ഉണ്ടോ, റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. സോ 14 മാർക്ക് മേടിച്ചെടുക്കാൻ നോക്കണം. അതിനേക്കാളും ടഫ് ആയിട്ട് ചോദിക്കൂല. സോ വാട്ട് എവർ ഐ ഹവ് സെഡ് ഇൻ ദ ക്ലാസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. മറ്റേ അൺഇമ്പോർട്ടൻറ്റ് ഏരിയക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. ക്ലിയർ ആണോ? ഹൗ ടു പ്രിപ്പയർ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ? ഓക്കെ അല്ലേ? കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയോ? ഇസ് ഇറ്റ് ബെറ്റർ? ഒരു റിവിഷൻ, ഒരു കംപ്ലീറ്റ് സാധനം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റിയോ? ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇറ്റ് മൈറ്റ് റിയലി ഹെൽപ്പ് യു. സോ നെക്സ്റ്റ് MTP series we'll have in the next two or 3 days. Try to attend that. With that, you will be almost exam ready for your September exams. Give your best. But ഞാൻ പറയും Negotiable Instruments Act is one of those act which has high priority. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 100 മാർക്കാണ്. പഴയ പോലെ അല്ല. പണ്ട് നമുക്കൊരു ഇംഗ്ലീഷ് ഷെയറിംഗ് പരിപാടി ഉണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ എല്ലാ ആക്ടിനും വളരെ കുറച്ച് മാർക്ക് വെച്ചു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് മാത്രം ഹൈ വെയിറ്റേജും ബാക്കിയുള്ളതിന് വെയിറ്റേജ് കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് തന്നെ ഒരു 50 മാർക്സിന് അടുത്ത് വരും. ബാക്കി 50 മാർക്സിന് അടുത്ത് വരും. സോ ദ അതർ 50 മാർക്സ് എങ്ങനെ വേണേലും വരാം. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ദ വെയിറ്റേജ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 45 to 50 മാർക്സ്. 40 to 50 വിചാരിച്ചു. 40 to 50 റേഞ്ചിൽ അത്രയും ഭാഗം വരും. ബാക്കി 50 വരുന്നത് ബാക്കിയുള്ള ഏരിയയിൽ നിന്നാണ്. കമ്പനീസ് ആക്ട്, LLP, നെഗോഷ്യബിൾ, ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോ പാർട്ട്ണർഷിപ്പ് ആക്ട്, ആ ഒരു ഏരിയയിൽ നിന്നാണ് 50 മാർക്സ് വരും. സോ ഈ ചാപ്റ്റേഴ്സിനൊക്കെ ഭയങ്കര പ്രയോറിറ്റി ഉണ്ട്. ഓക്കെ, സോ പ്രിപ്പയർ വെൽ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്, ഐ മീൻ ഇൻ ദ കമന്റ് ബോക്സ്. When I see, I'll definitely give a reply. So I'll see you for the MTP series. Thank you.